സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ പ്രഗത്ഭനായ ഒരു ട്രെയിനറാണ് നമ്മുടെ കൂടെയുള്ള സ്പാനിഷ് ഡയറീസ് എന്ന വിഷയവുമായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് മുഹമ്മദ് റഫീഖ് എന്ന വളരെ പ്രശസ്തനായ ലിംഗ്വിസ്റ്റിക് ട്രെയിനറാണ്. നമുക്ക് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആളുകളൊക്കെ ലൈനിലുണ്ട്, പക്ഷെ ചില കാരണം കൊണ്ട് അവർക്ക് ലൈന് കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇനി അവർ വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ട്രെയിനറെ മുഹമ്മദ് റഫീഖ് സാറിനെ നമ്മുടെ ഈ വെബിനാർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വെബിനാർ പ്രോഗ്രാം വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള മലപ്പുറത്തിന്റെ എല്ലാ JC മെമ്പേഴ്സും നോൺ JC മെമ്പേഴ്സും ഇത് വീക്ഷിക്കാനെത്തിയ മലപ്പുറത്തിന്റെ എല്ലാ സുഹൃത്തുക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ട്രെയിനറെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം presently working as a CEO at Straight Path International School, also served as the Chief Operating Officer of Kaizen Edu Ventures, hold a Master in Economics from Pondicherry Central University, Gold Medal and First Rank. ഒരു ഗോൾഡ് മെഡലും ഫസ്റ്റ് റാങ്കും ആണ് അദ്ദേഹത്തിന്റെ കരിയറിൽ എടുത്തും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് വർഷത്തെ ടീച്ചിങ്ങിലും ട്രെയിനിങ്ങിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, he has published an article in many international journal and participated in many international conferences. അതുപോലെ തന്നെ successfully completed a PG certificate program in higher education professional practice from Coventry University, UK, and he is a fellow of UK Higher Education Academy. Let me proudly introduce today's faculty, passionate leader, interest line learning languages, elegant personality, vibrant trainer, Muhammad Rafeeq sir. Rafeeq sir. Yeah, thank you. Yeah, the floor is yours. All right, thank you so much, Mr. Muhammad Subish. Thank you for inviting me, first of all. It's absolute pleasure for me to interact with JCI team. Sir, ഒരു കാര്യം കൂടി സാറിന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ഷമീർ നയ്യാറാണ്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ലൈനിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേ നമ്മുടെ വൈൻഡപ്പ് സെഷനിലേക്ക് അദ്ദേഹത്തിന് വരും. അദ്ദേഹത്തിന്റെ വിഷ് സാറിനെ അറിയിച്ചിട്ടുണ്ട്. All right, thank you so much. Okay, anyways, JCIയുടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യേണ്ടെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഏതായാലും ഇങ്ങനെ ഒരു ലൈവിന് ഞാൻ സമ്മതം മൂളിയത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു വൺ ഓഫ് മൈ കൊളീഗ്സ് ഇൻ മൈ സ്ട്രേറ്റ് പാത്ത്, മിസ്റ്റർ മുനവർ ഹുദവി, who suggested me to Mr. Badruddin Hudavi, and this is how I get connected to Mr. Subish, then to Gopakumar, and I'm seeing you all online. So I think we were scheduled to start by 7:15. It's already 7:30. So let's straight away go to the topic. So let me share my screen. Yes, sir. Sure. Okay, I'll share. Yeah, is it visible now? Yeah. All right, thank you. So ഇന്നത്തെ ഒരു സെഷന് സ്പാനിഷ് ഡയറീസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സോ ഡയറീസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്വീറ്റ് മെമ്മറീസ് ആയിട്ട് കിടക്കുന്ന ചില സാധനങ്ങളാണ്. That's why I've chosen to give the name Spanish Diaries, and this is based on my experience, how I ended up in learning Spanish and why should you learn Spanish. These are some of the outcomes that we'll be covering today. So today is hoy in Spanish. So നമ്മുടെ ഫസ്റ്റ് മൊമെന്റിൽ തന്നെ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ സ്പാനിഷിലെ ഫസ്റ്റ് വേർഡ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഓയ് എന്ന് പറഞ്ഞാൽ ടുഡേ ആണ്. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, why Espanol? Espanol means Spanish. Why Espanol and why should you learn it? Okay. Then how did I get addicted to Espanol? Basic Spanish practices and how can you take it further? ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ 4 മെയിൻ ആയിട്ടുള്ള outcomes. All right. So let's go to the outcome number 1. Why Spanish? Why is por qué in Spanish? Okay. Por qué Espanol? എന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്പെയിനിലെ വളരെ മനോഹരമായ അൽഹംബ്ര പാലസ് എന്ന് പറയുന്ന ഒരു പാലസ് ആണ്. സോ ഈ അൽഹംബ്ര പാലസ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഹിസ്റ്ററിയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പാലസ് ആണ്. സോ സ്പാനിഷ് ലാംഗ്വേജിനെയും ഒരു റൊമാൻറ്റിക് ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഫ്രഞ്ചിന്റെ കൂടെ ഒരു റൊമാൻസ് ലാംഗ്വേജ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആണ് എസ്പാനിയോൾ. ഇന്ന് ലോകത്ത് 500+ മില്യൺ സ്പീക്കേഴ്സ് എസ്പാനിയോൾ സംസാരിക്കുന്നവരുണ്ട്. One of the 6 official languages of United Nations organizations in the 6 ലാംഗ്വേജുകളിൽ ഒന്നാണ്.
It's a national language for more than 20 different countries. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും സ്പാനിഷ് എന്ന് പറയുന്നത് സ്പെയിനിൽ മാത്രം നിൽക്കുന്ന ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ മെക്സിക്കോയിൽ മാത്രമുള്ള ലാംഗ്വേജ് ആണ്. നോ, it's almost, I mean, more than 20 different countries in the mother tongue ആണ് Spanish, national language ആണ്. And it's an official language for many international organizations like European Union, United Nations, I've already told, Organization of American States, Union of South American Nations, African Union, and many others. Almost all the international organizations existing today accept Spanish as their one of the official languages. And it's the world's most spoken native language. After Chinese Mandarin, English പോലും അല്ല, Spanish ആണ് most spoken native language എന്ന് പറയുന്നത്. And it's the third most used language in the internet. ഇന്റർനെറ്റിൽ വിവരങ്ങൾ സെർച്ച് ചെയ്യുന്ന ലാംഗ്വേജസിൽ നമ്പർ 3 ആണ് സ്പാനിഷിന്. And it's world's third most studied language. ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും ശേഷം ഏറ്റവും കൂടുതൽ ലേണേഴ്സ് പുതുതായി പഠിക്കുന്ന ഒരു ലാംഗ്വേജ് സ്പാനിഷ് ആണ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് വൈഡ് സ്കോപ്പ്. And it opens up your door to the world. നല്ല classics, especially humanities, like scientific മേഖലയിൽ സ്പാനിഷിന്റെ റെപ്രസെന്റേഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിറ്ററേച്ചർ മേഖലയിൽ, ഫിലിം മേഖലയിൽ സ്പാനിഷിന്റെ റെപ്രസെന്റേഷൻ ഇസ് വെരി ഹൈ. And Spanish universities are having a very open approach to welcome international students. International students കിട്ടാൻ വേണ്ടിയിട്ട് ലോട്ട് ഓഫ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്ക് ആയിട്ട് ടൈപ്പുള്ള ഒരുപാട് സ്പാനിഷ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്, നിങ്ങളുടെ പിന്നെ JCIയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ന്യൂ ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന പറഞ്ഞ ഇറ്റ്സ് എ വണ്ടർഫുൾ സ്കിൽ. ആൻഡ് ഇറ്റ് കീപ്സ് യുവർ മൈൻഡ് ആക്റ്റീവ് always. You'll never feel bored. And ഡിമെൻഷ്യയും അൾഷിമേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഒരു റീസെന്റ് ഞാൻ കേട്ടൊരു ടെഡ് ടോക്കിൽ പറയുന്നത്, ഒരു 50 yearsന്റെ ഒക്കെ എബവ് ഉള്ള ആളുകൾ എന്ത് തന്നെ ആയാലും ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ അവർ ശ്രമിക്കണമെന്നാണ്. കാരണം അവർക്ക് ഡിമെൻഷ്യ ഒക്കെ വരാനുള്ള ചാൻസസ് കൺസിഡറബിളി കുറവാണത്രേ. സോ നമ്മുടെയൊക്കെ എപ്പോഴും ഒരു ന്യൂ ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയൊരു വാക്കുകൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആക്കി നിൽക്കാൻ പറ്റും. So next ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ഡിഡ് ഐ ഗെറ്റ് അഡിക്റ്റഡ് ടു ദിസ്. എന്തുകൊണ്ടാണ് ഞാൻ സ്പാനിഷിലേക്ക് ഞാൻ കുറച്ചൊരു താല്പര്യം എനിക്ക് വരാനുള്ള കാരണം, ദർ ആർ മെനി റീസൺസ്, റീസൺസ്, ബിഗ് റീസൺസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഒമാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ ഹാഡ് എ കൊളീഗ് ഫ്രം ദി UK and he was very fluent in Spanish because he studied and worked in Spain. സോ അയാളുടെ കൂടെ ഞാൻ എപ്പോഴും സ്പാനിഷ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ദെൻ ഞാൻ വർക്ക് ചെയ്ത കോളേജസിൽ സ്പാനിഷിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ടൈപ്സ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണ. അപ്പൊ അങ്ങനെയും എനിക്ക് സ്പെയിനിലുള്ള ആളുകൾ നമ്മുടെ കോളേജുകളിലേക്ക് വരികയും അവരോട് ഇന്ററാക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ടായി. Then I also got an opportunity to visit to have a trip to Spain. അത് പിന്നെ നമ്മുടെ കോളേജുകളിൽ നിന്ന് ഞങ്ങൾ ഒരു ടീമായിട്ട് പോയതാണ്. We visited different places like including Madrid, Cordova, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. അപ്പം പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഇസ് ഓൾവേസ് മൈ ഹാപ്പിനെസ്. നമ്മൾ ചിലപ്പോൾ പറയും നമ്മുടെ ഹോബിയാണ്, പാഷൻ ഒക്കെയാണ്, പക്ഷെ ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. ഇങ്ങനെ ദീസ് ആർ ദി റീസൺസ് വെയർ വൈ ഐ selected to learn Spanish. അത് ഇങ്ങനെയൊക്കെ പോവാണെങ്കിലും എന്റെ സ്പാനിഷിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് വി ഓൾ ലേൺ ബൈ ഹാവിംഗ് സം വൊക്കാബുലറീസ്, റൈറ്റ്? സോ എന്റെ ഫസ്റ്റ് വൊക്കാബുലറീസ് ഇൻ സ്പാനിഷ് ഇത്രയും പറയുന്ന ഇതിൽ ഞാൻ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ് സ്ക്രീനിൽ. ഫസ്റ്റ് വൺ സലീദ എന്ന് പറയുന്നത് മാഡ്രിഡ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും സലീദ എന്ന് പറയുന്ന ബോർഡ്സ് കാണാനുണ്ടായി. ഇംഗ്ലീഷ് ബോർഡ്സ് വളരെ കുറവായിരുന്നു. അപ്പൊ സലീദ എന്താന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ സലീദ എക്സിറ്റ് ആണെന്ന് മനസ്സിലായി. സോ നമുക്കെപ്പോഴും ഒരു എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗേജ് ഒക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറത്തെത്തണം. അതിന് സലീദ എന്നുള്ള ഒരു ബോർഡായിരുന്നു ശരിക്കും ഞങ്ങളെ സ്പെയിനിലേക്ക് ആദ്യം വെൽക്കം ചെയ്തത്. പിന്നെ അദോന്തെ വാസ് ഞാനായിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു, കാരണം ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡ്രൈവർ, ഹി വാസ് എ സ്പാനിഷ്. അപ്പം അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാളുടെ ഡ്രൈവറിന്റെ സീറ്റിന്റെ തൊട്ടടുത്തുള്ള സീറ്റ് തന്നെ സെലക്ട് ചെയ്യും. അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് എവിടേക്കാണ് പോകുന്നത്, അങ്ങനെ പല സാധനങ്ങളെയും നോക്കി. അതിൽ എനിക്ക് ക്ലിക്ക് ആയ ഒരു വാക്ക് അദോന്തെ വാസ് എന്നായിരുന്നു. അദോന്തെ വാസ് മീൻസ് നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത്, ടു വേർ ആർ യു ഗോയിങ്. അപ്പം ഇത് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ വേർ ആർ യു ഗോയിങ് ടു എന്ന ചോദിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതിന് പകരം അദോന്തെ വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സിമ്പിൾ, ബ്യൂട്ടിഫുൾ, അങ്ങനെ ഒരു ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണല്ലോ എന്ന് എന്റെ മനസ്സിൽ എങ്ങനെയോ കയറി. അങ്ങനെ അതായിരുന്നു എന്റെ രണ്ടാമത്തെ ഒരു സ്പാനിഷ് വാക്ക്. പിന്നെ കാസയാണ്. ഇപ്പൊ എന്റെ സ്ക്രീനിൽ നിങ്ങൾ റൈറ്റ് സൈഡിൽ ഒരു വീട് കാണുന്നുണ്ട്.
സ്പാനിഷില് എല്ലാ വീടുകളിലും ഗാർഡൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വിൻഡോസ്, വാൾസ്, ഗേറ്റ്സ്, റൂംസ്, അവരുടെ അതുപോലെ പിന്നെ അവർ കയറുന്ന സിറ്റ് ഔട്ട്സ്, എല്ലാ ഏരിയാസിലും അവര് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിക്കും. ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സും കൊണ്ട്. അപ്പൊ കാസ എന്ന് പറഞ്ഞാല് വീടാണ്. ഞങ്ങളൊരു നേറ്റീവ് സ്പാനിഷ് സ്പീക്കറിന്റെ നേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്പാനിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളൊക്കെ സന്ദർശിച്ചു. അങ്ങനെ കാസ വീടാണെന്ന് ഞാൻ പഠിച്ചു. പിന്നെ ഓഫ് കോഴ്സ് അമീഗോ. അമീഗോ മീൻസ് ഫ്രണ്ട് ഇൻ സ്പാനിഷ്. അമീഗോ മീൻസ് ഫ്രണ്ട്. ദെൻ ആൻഡ് ഓഫ് കോഴ്സ് നമ്പേഴ്സ് ഓൾസോ. ഉനോ ദോസ് ത്രേസ് എന്ന് പറയുന്ന ഞാനൊരു പാട്ട് പോലെയാണ് ശരിക്കും സ്പാനിഷിലെ 1 to 10 നമ്പേഴ്സ് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ പാടി ഇപ്പൊ എന്റെ 4 years ഉള്ള എന്റെ മകള് പോലും അത് പഠിക്കേണ്ടായി. കാരണം ഉനോ ദോസ് ത്രേസ് ക്വാത്രോ സിങ്കോ സെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ട്യൂണില് ഞാൻ സ്പാനിഷ് നമ്പേഴ്സും പഠിച്ചു. ഇത്രയാണ് എന്റെ സ്പാനിഷിലെ മിസ് പ്രിമേറാസ് പാലബ്രാസ്, അതായത് മൈ ഫസ്റ്റ് വേർഡ്സ് ഇൻ സ്പാനിഷ്. നെക്സ്റ്റ് നമുക്ക് ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പം നമുക്കറിയാം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും സ്പാനിഷ് ഒന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷെ സ്പാനിഷിലേക്കുള്ള ചെറിയൊരു ഇൻട്രസ്റ്റും എത്രത്തോളം സിമ്പിൾ ആണ് സ്പാനിഷ് ലാംഗ്വേജ് എന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ അറ്റൻറ്റീവ്ലി നിങ്ങൾ ഈ ഒരു കുറച്ച് സമയം വരാൻ പോകുന്ന സമയം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യിപ്പിക്കും. കാരണം ഞാൻ പഠിച്ചു വെച്ചൊരു രീതി അതെനിക്ക് വളരെ എഫക്റ്റീവ് ആണ്. കാരണം ഐ കുഡ് സ്പീക്ക് സ്പാനിഷ് വെരി ചെറിയൊരു ദിവസങ്ങൾ കൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് കുറച്ച് സ്പാനിഷ് പഠിക്കാൻ പറ്റി. അതിനൊരു സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്തിരുന്നു. ആ സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് തരാൻ പോകുന്നത്. സോ അറ്റൻറ്റീവ്ലി നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ യു വിൽ ഓൾസോ ബി ഏബിൾ ടു മേക്ക് യുവർ ഓൺ സെന്റൻസസ് in Spanish by the end of this session. So first of all, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സ്പാനിഷ് പ്രാക്ടീസസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റോസ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നോട്ട് ഓൾ ദ ആൽഫബറ്റ്സ്, പക്ഷെ ആൽഫബറ്റ്സ് ഒക്കെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു റിമെമ്പർ ആൻഡ് സ്റ്റഡി. ആൻഡ് സലുദോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഗ്രീറ്റിംഗ്സ് ആണ്. കൺവെർസാസിയോൺ സിംപ്ലെ, അതായത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും, നമ്മൾ സ്പാനിഷിൽ കോൺവെർസാസിയോൺ എന്നാ പറയും. കോൺവെർസാസിയോൺ. ഇവിടെ തന്നെ നമ്മളൊരു മെയിൻ ഡിഫറൻസ് വെക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ആർ എപ്പോഴും സൈലന്റ് ആണ്, പക്ഷെ സ്പാനിഷിൽ ആർ പ്രൊനൗൺസ് ചെയ്യൽ നിർബന്ധമാണ്. സോ കോൺവെർസാസിയോൺ തന്നെ നമ്മൾ പറയണം. ആർ എപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വാക്കാണ് ആർ സ്പാനിഷിൽ. Oraciano simples means simple ആയിട്ടുള്ള കുറച്ച് sentences. Someone is writing on the screen with him. Oraciano simples means നമ്മുടെ ചെറിയ sentences, simple ആയിട്ടുള്ള ചില sentences നമ്മൾ. അപ്പം ആൽഫബറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം എന്തായാലും നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു മോണോട്ടണസ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത് പരിചയമില്ല. കാരണം ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്താണ് പരിചയമില്ല. സോ ഈ ഒരു രീതിയിൽ പോയാൽ മതിയോ ഇല്ലയോ എന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു. Can I proceed like at least ഗോപകുമാറോ അല്ലെങ്കിൽ ബദറുദ്ദീൻ ആരെങ്കിലും ഈ ഒരു രീതി ഓക്കെ ആണോ? കുഴപ്പമില്ല, മതി. ഷുവർ ആണ്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ആരെങ്കിലും കമന്റ് ചെയ്യാൻ പറയാം. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും. ഓക്കെ ഫൈൻ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആൽഫബറ്റിക്സിലേക്ക് നമുക്ക് നേരെ പോവാം. ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റോസ്, അബസദാറിയ എന്നും പറയും സ്പാനിഷിൽ. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് നമ്മുടെ സ്പാനിഷിന്റെ ആൽഫബറ്റ്സ് ആണ്. ഇംഗ്ലീഷുമായിട്ട് വളരെ സിമിലാരിറ്റി ആണ്. എല്ലാം റൈറ്റിംഗ് ഒക്കെ ഇംഗ്ലീഷായിട്ട് സിമിലാരിറ്റി ആണ്. പക്ഷെ ഞാൻ അതിൽ ചില ലെറ്റേഴ്സിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതില് ഒരു മിനിറ്റ് അതിനോട്ടൊന്ന് ഉപയോഗിക്കട്ടെ. ഓക്കെ ഫൈൻ. അതില് കുറച്ച് വാക്കുകൾ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തെ തന്നെ എ ആണ്. നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ എ എന്നാണ് പറയാ, പക്ഷെ അത് സ്പാനിഷിൽ അ എന്നാണ് പറയാ. ആ, ഓക്കെ, ഇറ്റ്സ് നോട്ട് എ, ആ. ദെൻ ബെ, സെ, ഡെ, ഇ ഇംഗ്ലീഷിലാണ്, പക്ഷെ സ്പാനിഷിൽ അത് വരുമ്പം എ ആവും. സോ നമ്മുടെ ഇംഗ്ലീഷിലെ എ, ഇ ആണ്. നമ്മൾ ശരിക്കും എ തന്നെയാണ് സ്പാനിഷിൽ പറയാം. എഫ് എ, ഗെ, ആച്ച്, ഇ, ഹോത്ത, ക, എലെ, എം എ, എൻ എ, എൻ ഇ, ഒ, പെ, കു, ഇങ്ങനെയാണ് നമ്മുടെ സ്പാനിഷിലെ ആൽഫബറ്റ്. ഇതിൽ ഞാൻ കുറച്ച് ലെഫ്റ്റിലേക്ക് എടുക്കാൻ കാരണം അത് ഇംഗ്ലീഷിന് ചെറിയ ഡിഫറൻസസ് ഉള്ളതുകൊണ്ടാണ്. ആദ്യം തന്നെ എ അല്ല, അത് ആയാണ്. കാസ, ഞാൻ പറഞ്ഞു കാസ എന്ന് പറഞ്ഞാൽ വീടാണ് സ്പാനിഷിൽ. സോ കാസ എന്നൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന കാസ. ഒരിക്കലും നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ അനിമൽസ് എന്നൊക്കെ എഴുതാൻ അനിമൽസ് ആണ്, എ സൗണ്ട് ആണ്, പക്ഷെ ഇവിടെ ആ സൗണ്ട് തന്നെയാണ്.
പിന്നെ ഉള്ളത് സിയും ജിയോ ആണ്. ഇതിൽ സിന്റെ റൂൾ ഇംഗ്ലീഷിന് സമാനമാണ്. കാരണം സിക്ക് ശേഷം ഐയോ ഇയോ വന്നു കഴിഞ്ഞാൽ അതിന് സ് സൗണ്ടും, സിക്ക് ശേഷം യു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എ വന്നു കഴിഞ്ഞാൽ അതിന് ക്യൂ സൗണ്ട് ആണ്. അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ. ഫോർ എക്സാമ്പിൾ ക്യാപ്, സിക്ക് ശേഷം എ ആണ്, സോ ക്യാപ്. ആൻഡ് അല്ലെങ്കിൽ സിക്ക് ശേഷം ഐ ഉള്ള ഉദാഹരണം ഫോർ എക്സാമ്പിൾ സിനിമ. സോ സിക്ക് ശേഷം ഐ ആയതുകൊണ്ട് ദാറ്റ് സൗണ്ട് ബിക്കംസ് സ്, റൈറ്റ്? സോ സെയിം അപ്ലൈസ് ടു സ്പാനിഷ് ഓൾസോ. ബട്ട് ജിയിൽ 2 സൗണ്ട്സ് ഉണ്ട് സ്പാനിഷില്. ഒന്ന് സാധാരണ നമ്മുടെ ഇംഗ്ലീഷിലെ ഗ സൗണ്ട്, ആൻഡ് അതർ സൗണ്ട് ഇസ് ലൈക്ക് ഹ് സൗണ്ട്. നമുക്ക് ഈ സൗണ്ട് അറബി പഠിച്ച ആളുകൾക്ക് ഈ സൗണ്ട് വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം അറബിയിൽ ഹ ഉണ്ട്, ഖാലിഖ് എന്നൊക്കെ പറയുന്ന ഹ. അതുപോലെ നമ്മുടെ ജിക്ക് ശേഷം ഐയോ ഇയോ വന്നു കഴിഞ്ഞാൽ സ്പാനിഷിൽ നമ്മൾ ഹ് എന്ന സൗണ്ടാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ജനറൽ മെൻതെ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും സ്പാനിഷിൽ വായിക്കുക ഹെനറാൽ മെൻതെ എന്നാണ്. ഹെനറാൽ, ആ സൗണ്ട് വന്നുകൊണ്ട് ഹെനറാൽ മെൻതെ, ഹെനറാൽ മെൻതെ. അതുപോലെ അതിന് ശേഷം ഹിംനാസിയോ, ജിംനേഷ്യത്തിന് സ്പാനിഷിൽ പറയാ ഹിംനാസിയോ. ഓക്കെ, ജിക്ക് ശേഷം ഐ വന്നുകൊണ്ട് ഹി ആണ്, ഹിംനാസിയോ. സെല്ലുലാർ ആൻഡ് സിയ, that we have already discussed. നെക്സ്റ്റ് സൗണ്ട് എച്ച് ആണ്. എച്ച് നമ്മൾ ആച്ചെ എന്നാണ് നമ്മൾ ആ ലെറ്ററിന് സ്പാനിഷിൽ വിളിക്കുന്നത്. പക്ഷെ അതിന് ഹ് സൗണ്ട് സ്പാനിഷിൽ ഇല്ല. There is no h sound in Spanish. For example, ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്റെ ഫസ്റ്റ് വേർഡ് തന്നിരുന്നു സ്പാനിഷിൽ, അല്ലെ? ടുഡേ എന്ന് പറയുന്നതിന് ഓയ് എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം വേർഡ് നിങ്ങൾക്ക് തന്നതാണ്. അപ്പൊ അവിടെ ഓയ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഹോയ് എന്നല്ല. സോ സ്പാനിഷിൽ ഹ് ഇല്ല. ഹ് ഉണ്ടെങ്കിലും നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും ഓ സൗണ്ടിലാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഞാൻ എഴുതിയ വാക്ക് ഓറ. ഓറ, ഓറ മീൻസ് ടൈം. കെ ഓറ എസ്, വാട്ട് ഇസ് ടൈം? കെ ഓറ എസ്, what is time? Hoy, today. Hoy, okay? Hoy vamos a aprender español. Today we are going to learn Spanish. Okay? Hola, hola means hi in Spanish. Hola, നമ്മൾ സ്പാനിഷിന്റെ ആൾക്കാർ പരസ്പരം എപ്പോഴും കാണുമ്പോൾ അവർ ആദ്യം പറഞ്ഞു ഓല, ലൈക്ക് ഹായ് പറയുന്നത് പോലെ അവരുടെ ബേസിക് ഗ്രീറ്റിംഗ്സ് ആണ് ഓല. ഓക്കെ, സോ ഓല, ഓയ്, ഓറ. സോ എച്ചിന് ഹ് സൗണ്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജെ ആണ്. ജെക്ക് സ്പാനിഷ് ലെറ്ററിൽ നമ്മൾ ഹോത്ത എന്നാണ് വിളിക്കുന്നത്. ആ ഹോത്ത അത് പറഞ്ഞ പോലെ ജ് സൗണ്ട് അല്ല, അത് നേരത്തെ ജി ഐക്ക് ശേഷം ഹ് പറയുന്നത് പോലെ ഇവിടെയും നമ്മൾ ഹ് സൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ GEFAFE എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ജെക്ക് ശേഷം. അതെന്ന് പറഞ്ഞാല് ഹെഫെ, നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹെഫെ എന്നാണ്. ഹെഫെ എന്ന് പറഞ്ഞാൽ ബോസ്. ഓക്കെ, ബോസിനെ ഹെഫെ എന്നാ പറയാം, എൽ ഹെഫെ. സോ ഹെഫെ, ഖിറാഫ. ഖിറാഫ എന്ന് പറഞ്ഞാൽ ജിറാഫ്. ഓക്കെ, സോ ജ് സൗണ്ട് അല്ല, അത് ഹ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹോത്ത എന്ന് സ്പാനിഷിൽ വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ എൽ ആണ്. എല്ലിന്റെ കൂടെ വേറൊരു എല്ലും കൂടെ വന്നു കഴിഞ്ഞാൽ സ്പാനിഷിൽ അതിന്റെ ഉച്ചാരണം മാറും, യ് സൗണ്ട് ആവും. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പയ്യ ദെ പൊയ്യോ, പല്ല എന്നാണ് നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ അത് വായിക്കുക, പൊല്ലോ എന്നാണ് ഇംഗ്ലീഷിൽ അതും വായിക്കുക. പക്ഷെ സ്പാനിഷിൽ വായിക്കേണ്ടത് പയ്യ ദെ പൊയ്യോ. അങ്ങനെ പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി എന്നാണ്. പൊയ്യോ എന്ന് പറഞ്ഞാല് ചിക്കൻ, പയ്യ എന്ന് പറഞ്ഞാൽ ബിരിയാണി. ഈ ബിരിയാണി എന്ന് പറയുന്ന ഐറ്റം സ്പാനിഷിലും വളരെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മളുടെ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പയ്യ അല്ലെങ്കിൽ ബിരിയാണി. സോ പയ്യ ദെ പൊയ്യോ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി, പയ്യ ദെ പെസ്കാദോ എന്ന് പറഞ്ഞാൽ ഫിഷ് ബിരിയാണി, അങ്ങനെയൊക്കെയാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഒരു പുതിയ വാക്കാണ്, അത് ഇംഗ്ലീഷിലില്ല. എന്നിന് ശേഷം ചെറിയൊരു ആക്സെന്റ് വെച്ചിട്ട് നിങ്ങളൊരു സാധനം കണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ മൊബൈലിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിത് കാണും. അതിന്റെ ഒരു അപ്പൊ നമ്മൾ ഈ മലയാളത്തില് ന്യായം എന്ന് എഴുതൂലേ, ന്യായം, ആ ഒരു സൗണ്ടാണ് ശരിക്കും ഈ സൗണ്ടിന് കിട്ടുക. ആ ഒരു സൗണ്ടാണ് ഇതിന് കിട്ടുക. അത് ഞാനത് എഴുതിയിരിക്കുന്നു മന്യാന. ഞാനിപ്പോ എഴുതി വായിക്കുക മന്യാന എന്നാണ്. മന്യാന എന്ന് പറഞ്ഞാൽ നാളെ, ടുമോറോ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി മോർണിംഗ്. Mañana means morning, or it can also be tomorrow. Okay, and años. Next, mañanake ശേഷം ഇരിക്കുന്ന años ആണ്. años എന്ന് പറഞ്ഞാൽ ഇയർ അല്ലെങ്കിൽ വയസ്സ്. ഓക്കെ, cumpleaños എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണ്, cumpleaños. ഓക്കെ, സോ cuántos años tienes, how old are you, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്നൊക്കെ ചോദിക്കുക. സോ അത്രയിലേക്കൊന്നും പോകണ്ട, നമ്മൾ കുറച്ച് അതിന്റെ ബേസിക് കോൺവെർസേഷൻസ് നമ്മൾ ശേഷം ഡിസ്കസ് ചെയ്യും. പക്ഷെ
എൻഎ എന്നുണ്ട്, ഒരു എൻഎ എന്ന് പറയുന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മലയാളികൾക്ക് വളരെ സുഖമാണ്, ന്യായവും അന്യായവും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ മന്യാന, അന്യോസ്, എസ്പാനിയോൾ. ഓക്കെ, സ്പാനിഷിന് സ്പെയിനിൽ പറയുന്നത് എസ്പാനിയോൾ എന്നാണ്. സോ ആ എസ്പാനിയോളിന്റെ എന്നിന്റെ മേലെ ഒരു എന്നുണ്ട്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് കു, അതായത് ക്യു യു ഇ, അതായത് ക്യു യു ഇ വെച്ച് കഴിഞ്ഞാൽ വാട്ട് എന്നാണ് സ്പാനിഷില്. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ക്വേ എന്നല്ല. ഇംഗ്ലീഷിലാകുമ്പോൾ ക്വേ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, പക്ഷെ സ്പാനിഷിൽ കെ. ക്യു യു വന്നു കഴിഞ്ഞാൽ ആ യുവിനെ നമ്മൾ മൈൻഡ് ചെയ്യില്ല, അതിനെ പ്രൊനൗൺസ് ചെയ്യില്ല. ക്യു യു ഇ ഒക്കെ ആണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല, കെ. ഓക്കെ, അതുപോലെ ക്യു യുവിനെ നമുക്കൊരു കു സൗണ്ട് ആണ് കൊടുക്കുക സ്പാനിഷിൽ, കു. ഓക്കെ, നോട്ട് ക്യു, ഇറ്റ്സ് കു. നെക്സ്റ്റ് ടി. വെരി ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിപ്പം ഉദാഹരണത്തിന് ടി in English, the tea that we are having, it's in English, right? So in Spanish അതിനെ നമ്മൾ പറയുന്നത് തേ എന്നാണ്, തേ. So ടി സൗണ്ട് തേ സൗണ്ട് ആണ്. So tengo means I have. Okay, tengo un vaso de té. എന്റെ കയ്യിൽ എനിക്ക് ഒരു കപ്പ് കോഫി ഉണ്ട്, ചായ ഉണ്ട്. ഓക്കെ, tengo un vaso de jugo. എന്റെ കയ്യിൽ ഒരു കപ്പ് ജ്യൂസ് ഉണ്ട്. സോ tengo എന്ന് പറഞ്ഞാൽ I have. ഓക്കെ, tengo means I have. സോ ടി വന്നു കഴിഞ്ഞാൽ അത് ത് സൗണ്ട് ആണ് സ്പാനിഷിൽ. ഓക്കെ, ത് സൗണ്ട്. സോ ഇത്രയൊക്കെയാണ് ആൽഫബറ്റോസ് ഇൻ എസ്പാനിയോൾ. ഇതിൽ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ടത് എച്ചിന് സൗണ്ട് ഇല്ല, ജി സൗണ്ട് ഹായ് ആണ്, ജെ സൗണ്ട് ഹായ് ആണ്, ജി ഐ വന്നു കഴിഞ്ഞാൽ ഹായ് ആണ്. പിന്നെ എൽ ഒരിക്കലും ഡബിൾ അല്ല. പലപ്പോഴും പലരും മിസ്റ്റേക്ക്, അതായത് ചില സ്കൂൾസിലേക്ക് പ്രോഗ്രാംസിന് അവര് സ്പോർട്സിന്റെയും ആർട്സിന്റെ ഒക്കെ പേര് ഏതെങ്കിലും സ്പാനിഷ് പേര് കൊണ്ട് ഇടുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കറിയുന്ന ഒരാള് ബാത്തയ്യ എന്നിട്ട്, അപ്പൊ അവര് പറഞ്ഞത് ബാറ്റല്ല എന്നാണ് എന്നെ പ്രൊനൗൺസ് ചെയ്തത്. ബാത്തയ്യ മീൻസ് ബാറ്റിൽ. അപ്പൊ അവരൊരു സ്പോർട്സിന് ബാറ്റല്ല എന്നുള്ള പേരിട്ട് ബാറ്റല്ല എന്ന് തന്നെ പറയുകയും ചെയ്തു. സോ ഈ ഒരു മിസ്റ്റേക്ക് നമ്മുടെ JCIന്റെ ടീംസ് വരുത്തണ്ട. സോ ഡബിൾ എൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും യാ സൗണ്ട് ആണ്. എക്സാമ്പിൾ എയ്യ എന്ന് പറഞ്ഞാൽ അവൾ ഇൻ സ്പാനിഷ്, ഷീ. ഓക്കെ, അയ്യ ദ പൊയ്യോ, ചിക്കൻ ബിരിയാണി. ആൻഡ് എൻ സൗണ്ട് കു ടി എപ്പോഴും ടി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, ത് സൗണ്ട് ആണ് സ്പാനിഷിൽ കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സലുദോസ്, അതായത് ഗ്രീറ്റിംഗ്സ് ഇൻ സ്പാനിഷ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഓല. ഓക്കെ, എല്ലാവരും ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി, ഓല. മ്യൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല, ഓല ഒന്ന് പറഞ്ഞേ, ഓല. ഓൾറൈറ്റ്, ഓല മീൻസ് ഹായ് ഇൻ സ്പാനിഷ്. ഓല നിങ്ങൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ പറയുന്ന ഓലയാണ് പറയാ. ബുവേനസ് ദിയാസ്, ഓല, ബുവേനോസ് ദിയാസ്. ബുവേനോസ് ദിയാസ് മീൻസ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ എന്റെ ഒരു 1 വീക്ക് സ്റ്റേ അവിടെ ഉണ്ടായിരുന്നല്ലോ എങ്കിൽ നമ്മൾ പരസ്പരം ആളുകളെയൊക്കെ കാണുമ്പോഴേ, അറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ, അവരിപ്പോ നമ്മൾ ഹോട്ടലിലൂടെയോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൂടെയോ പരസ്പരം നടക്കുമ്പോൾ ഓല ബുവനസ് ദിയാസ് അത് പറയാതെ ആരും പാസ് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ അപരിചിതരാണെങ്കിൽ പോലും അവരിങ്ങനെ വിഷ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഓല ബുവനസ് ദിയാസ്. അപ്പൊ നമ്മളും തിരിച്ചു ഓല ബുവനസ് ദിയാസ് തിരിച്ചു പറയാം. സോ ഗുഡ് മോർണിംഗ് ആണ് അർത്ഥം. അതുപോലെ ബുവനസ് താർദെ. ബുവനസ് താർദെ മീൻസ് ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഉച്ചയ്ക്കും ഒരു വൈകുന്നേരം വരെയൊക്കെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. സോ ബുവനസ് താർദെ. ആൻഡ് ബുവനസ് നോച്ചെ. ബുവനസ് നോച്ചെ മീൻസ് ഗുഡ് നൈറ്റ്. നമ്മൾ ശരിക്കും ഇംഗ്ലീഷില് ഗുഡ് നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഗുഡ് നൈറ്റ് പറയാം, റൈറ്റ്? പക്ഷെ നമ്മളിവിടെ സ്പാനിഷില് ഇപ്പം ഒരു 7 o'clock ഒരു 8 o'clock ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. ഒരു വിഷിങ്, ഒരു ശുഭരാത്രി ഒക്കെ നമുക്ക് ഒരു 7-8 o'clock ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാതെ തന്നെയും നമുക്ക്, കാരണം ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് നൈറ്റും പ്രത്യേക സെന്റൻസസ് ഉണ്ട്. ബുവനസ് താർദെ എന്ന് പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഉച്ച മുതൽ ഒരു വൈകുന്നേരം വരെ നമുക്ക് ബുവനസ് താർദെ പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യാ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത് വരെയും ബുവനസ് നോച്ചെ. ബുവന ഇതിൽ ബുവനോസ് എന്ന് രണ്ട് കാണുന്നുണ്ട്. ആദ്യത്തെ ബുവനസ് ദിയാസില് ബുവനോസ് എന്നാണ്, ബാക്കി രണ്ടും ബുവനാസ് ആണ്, റൈറ്റ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഈ ബുവനോസ് വരാൻ കാരണം ദിയാസ് എന്ന് പറയുന്ന വേർഡ് അത് മസ്കുലിൻ ആണ്. ശരിക്കും സ്പാനിഷില് നമ്മുടെ മലയാളം പോലെയല്ല, മസ്കുലിൻ ഫെമിനിൻ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശേഷം വരുന്ന ഒരു വേർഡ് ഫെമിനിൻ ആണെങ്കിൽ മുമ്പത്തെ വാക്കും ഫെമിനിൻ ആവണം. അപ്പം ദിയാസ് എന്ന് പറയുന്ന വാക്ക് മസ്കുലിൻ ആയതുകൊണ്ട് ബുവേനോസ് മസ്കുലിൻ ആയി. താർദെ എന്ന് പറയുന്ന വാക്ക് ഫെമിനിൻ ആയതുകൊണ്ട് ബുവേനാസ്. അപ്പൊ എപ്പോഴും മസ്കുലിൻ ആയ കാര്യത്തിന് സ്പാനിഷിൽ ഒരു ആ സൗണ്ട് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൽ എന്ന് പറഞ്ഞാൽ ഹി, ഇ എൽ എന്ന് പറഞ്ഞാൽ ഹി. അതേസമയം ഷീക്ക് എയ്യ. ഓക്കെ,
നിന്യോ, NIN, നമ്മൾ നേരത്തെ N ഉണ്ടല്ലോ, NINO, നിന്യോ എന്ന് പറഞ്ഞാൽ ബോയ്. അറ്റ് ദി സെയിം ടൈം നിന്യ എന്ന് പറഞ്ഞാൽ ഗേൾ. പക്ഷെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്കൊരു O സൗണ്ടിനെ ആ സൗണ്ടിലാക്കി കഴിഞ്ഞാൽ മസ്കുലിൻ വേർഡ് ഫെമിനിൻ ആയി മാറും. സോ അതുകൊണ്ടാണ് ബുവനാസ് താർഡെ, ബുവനാസ് നോche എന്ന് പറയുന്നത്. പിന്നെ അതുള്ളത് അസ്തപ്രോന്തോ. അസ്തപ്രോന്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തു, നമ്മൾ പിരിയാൻ പോവാണ്. അപ്പൊ നമ്മൾ പറയാം സി യു സൂൺ എന്ന് പറയില്ലേ, സി യു സൂൺ. ആരൊക്കെയോ സ്ക്രീനിൽ എന്തൊക്കെയോ വരയ്ക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അസ്തപ്രോന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി യു സൂൺ. ഓക്കെ. അസ്തലവിസ്ത എന്നും പറയും, അസ്തലവിസ്ത. അപ്പൊ നമുക്ക് ശരിക്കും വളരെ ഒരു കോമിക് ആയിട്ട് തോന്നുന്ന ഒരു സാധനം അസ്തലവിസ്ത. ലൈക്ക് സി യു സൂൺ തന്നെ, നമുക്ക് ഉടനെ തന്നെ കാണാം, അല്ലെങ്കിൽ വീണ്ടും കാണുന്നത് വരേക്കും, ടിൽ വി മീറ്റ് അഗൈൻ എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥത്തിലാണ് അസ്തപ്രോന്തോ, അസ്തലവിസ്ത. അസ്തമന്യാന, സി യു ടുമോറോ. ഓക്കെ. അസ്തലുവേഗോ, സി യു ലേറ്റർ. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളാകെ ഇപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, ഓല ഓർത്ത് വെക്കുക, ബുവനസ് ദിയാസ് ഓർത്ത് വെക്കുക, ബുവനസ് താർഡെ, ബുവനസ് നോച്ചെസ് ആൻഡ് അസ്തപ്രോന്തോ. അസ്തപ്രോന്തോ വെരി സിമ്പിൾ ആണ് അല്ലെ. പ്രോംതോ എന്ന് പറഞ്ഞാൽ സൂൺ ആണ്. പ്രോംതോ നമുക്കറിയാലോ, പ്രോംപ്റ്റ് ആയിട്ട് പ്രോംതോ, സൂൺ. അസ്തമന്യാന, മന്യാന നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വാക്കാണ്. സോ അസ്തമന്യാന, സി യു ടുമോറോ. ആൻഡ് ഇവിടെ റൈറ്റ് സൈഡില് നമ്മൾ പിന്നെ ഒരു പിക്ചർ ഉണ്ടല്ലോ ഇവിടെ. ഇതാ ഓല, ബുവനസ് ദിയാസ്, തെക്കിയേറോ മൂച്ചോ എന്നൊക്കെ ഉണ്ടല്ലോ. ഈ തെക്കിയേറോ മൂച്ചോ ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വാക്കാണ്. തെക്കിയേറോ എന്ന് പറഞ്ഞാല് പിന്നെ ഐ ലവ് യു. ഓക്കെ. അത് ഫ്രണ്ട്സൊക്കെ തമ്മിലും പറയാം, നമ്മുടെ പാർട്ട്നേഴ്സിനോട് പറയാം, വൈഫിനോട് പറയാം, ഗേൾ ഫ്രണ്ട്സ് അങ്ങനെ ഒക്കെ. പിന്നെ ആർക്കോടൊക്കെ നമുക്ക് തെക്കിയേറോ, അവർ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ തെക്കിയേറോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പിന്നെ ഫേമസ് സോങ് ഒക്കെ ഉണ്ട് സ്പാനിഷില്. ഓക്കെ. സോ തെക്കിയേറോ എന്ന് പറഞ്ഞാൽ ഐ ലവ് യു. തെക്കിയേറോ മൂച്ചോ, മൂച്ചോ മീൻസ് ഐ ലവ് യു ടു മച്ച്. മൂച്ചോ മീൻസ് ടു മച്ച് ആണ് സ്പാനിഷ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ബേസിക് ഗ്രീറ്റിംഗ്സ്. ഓക്കെ. സോ വിൽ ഗോ ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ. കോൺവെർസാസിയോണസ് സിംപ്ലസ്. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾ റൈറ്റ്. സോ ഞാൻ ചില ചാറ്റ്സിൽ തുടക്കത്തിൽ ചില ചാറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ, തുടങ്ങാൻ വൈകിയപ്പോൾ ചാറ്റ്സ് നോക്കിയിരുന്നു. അപ്പൊ അതിൽ ഞാൻ ചില ആൾക്കാരൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്, കോമോ എസ്റ്റാസ് എന്നൊക്കെ. കോമോ എസ്റ്റാസ് എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു. കോമോ മീൻസ് ഹൗ, എസ്റ്റാസ് ഹൗ ആർ യു. അപ്പം ഇതൊക്കെ ഈ ഉദാഹരണത്തിന് നമ്മളിപ്പം ശരിക്കും സ്പാനിഷ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മസ്കുലിൻ ഫെമിനിൻ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ സ്പാനിഷില് പിന്നെ നല്ലൊരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. നമ്മുടെ ഹിന്ദിയിലൊക്കെ ശരിക്കും ഇപ്പൊ ഇംഗ്ലീഷിൽ യു എന്ന് നമുക്ക് നമ്മുടെ കുട്ടീനോടും പറയാം, നമ്മുടെ ഫ്രണ്ടിനോടും പറയാം, നമ്മുടെ പിന്നെ പാരന്റ്സിനോടും പറയാം യു എന്ന്, റൈറ്റ്. അപ്പം ഇവിടെ സ്പാനിഷിൽ അത് നടക്കില്ല. അപ്പൊ ഹിന്ദിയിൽ നമ്മൾ ആപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്പാനിഷിൽ കുറച്ച് റെസ്പെക്ട് കൊടുക്കുന്ന ചില വാക്കുകളുണ്ട്. സോ കോമോ എസ്റ്റാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്ലി ചില ആളുകളോട് സംസാരിക്കും കോമോ എസ്റ്റാസ് എന്ന് പറയാം. ഓക്കെ. പക്ഷെ നമ്മൾക്ക് ബഹുമാനിക്കേണ്ട ഒരാളൊക്കെയാണ് കോമോ എസ്താ എന്ന് പറയാവുള്ളൂ. ആ എസ് ഒഴിവാക്കണം. സോ അത്രയൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. നിങ്ങൾ ഇപ്പൊ കോമോ എസ്റ്റാസ് പഠിച്ചു വെക്കുക. അപ്പൊ കോമോ എസ്റ്റാസ് ഹൗ ആർ യു, കോമോ എസ്റ്റാസ്, ഹോല, കോമോ എസ്റ്റാസ്, ഹൗ ആർ യു, കോമോ എസ്റ്റാസ്, ഹൗ ആർ യു. ആൻഡ് muy bien, muy bien sound very good. ഓക്കെ. അപ്പം നല്ലതല്ലെങ്കിൽ മാൽ എന്ന് പറയാം. മാൽ എന്ന് പറഞ്ഞാൽ ബാഡ്, മാൽ. ഓക്കെ. ഗ്രാസിയാസ്, ഗ്രാസിയാസ്, ഗ്രാസിയാസ് മീൻസ് താങ്ക് യു. ദനാദ, ദനാദ മീൻസ് യു ആർ വെൽക്കം. ഓക്കെ. താങ്ക്സ് പറഞ്ഞാൽ അതിന്റെ റിപ്ലൈ ദനാദയാണ്. ആൻഡ് കോമോ te llamas, കോമോ te llamas മീൻസ് ഐഷു, കോമോ te llamas, muy bien, കോമോ te llamas, me llamo ഐഷു. സോ ഐ ഹാവ് മൈ കിഡ് വിത്ത് മീ. സോ ഞാൻ ചിലപ്പോൾ സ്പാനിഷ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് മോളുടെ കൂടെയാണ്. അപ്പം കോമോ te llamas, കോമോ estás ഒക്കെ ആൾക്കും കാണാതായി. അപ്പം കോമോ te മീൻസ് വാട്ട്സ് യുവർ നെയിം. ശരിക്കും ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ കോമോ te llamas ഹൗ ആർ യു കോൾഡ് എന്നുള്ളതാണ്. കോമോ മീൻസ് ഹൗ ആണ് ശരിക്കും. കോമോ എസ്റ്റാസിൽ നമ്മൾ കണ്ടല്ലോ. കോമോ മീൻസ് യുനോ, കോമോ മീൻസ് ഹൗ. ആൻഡ് കോമോ ഇവിടെയും നമുക്ക് കോമോ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ കോമോ te llamas, ഹൗ ആർ യു കോൾഡ് ആണ്. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പിന്നെ കോമോ te llamas എന്നാണ് ചോദിക്കുക. അപ്പൊ അതിന്റെ റിപ്ലൈ me llamo റഫീഖ്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഡബിൾ എൽ ആണിത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡബിൾ എൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് യു സൗണ്ട് ആയി മാറുന്നു. ഇതാ കോമോ te llamas, ഹൗ വാട്ട്സ് യുവർ നെയിം, me llamo റഫീഖ്, me llamo റഫീഖ്. ഓക്കെ.
സോ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ. അവിടെ കുത്ത്. Okay, sorry for the break on that, sorry. So como estás means how are you? Como estás? Muy bien, I'm good. Allaru ende code on the practice aya. Como estás? Muy bien. Then gracias means thank you. For example, ഇന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുകയാണെങ്കിൽ you can say gracias means thank you. And I'll say de nada, no problem, it's my pleasure, അല്ലെങ്കിൽ you are welcome. Then como te llamas? What's your name? വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കാൻ കുവാലെസ് നോംബ്രെ എന്നും ചോദിക്കും. പക്ഷെ നിങ്ങൾ അത്ര ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ പോകണ്ട. ഇപ്പൊ കോമോ തെയ്യാമാസ് മാത്രം പറഞ്ഞാൽ മതി. കോമോ തെയ്യാമാസ്. ഓക്കെ. ആൻഡ് മെയ്യാമോ റഫീഖ്. മെയ്യാമോ റഫീഖ് ഓർ നിങ്ങളുടെ പേരെന്താണോ അത് പറയാം. സോ ഇവിടെ നിന്ന് ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം ഡബിൾ എൽ വന്നു, അതുകൊണ്ട് യമാസ് എന്നാണ് നമ്മൾ പറയാം. അതിന് ഈ സൗണ്ട് ആണ് നമ്മൾ പറയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഇവിടെ ഇതാ ഓല കൊമോസ്റ്റാസ് രണ്ടുപേരും ഇതാ പരസ്പരം ചോദിക്കുന്നത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഓല കൊമോസ്റ്റാസ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഒരു ഇത് കണ്ടല്ലോ, പിന്നെ ഇവിടെ ഈ കോമോ എന്നൊക്കെ എഴുതിയതിന്റെ മുകളില് നിങ്ങളൊരു ആക്സെന്റ് കണ്ടല്ലോ. ഈ ആക്സെന്റ് എന്ന് പറയുന്നത് പിന്നെ സ്പാനിഷിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ആക്സെന്റ് ചില ലെറ്റേഴ്സിന്റെ മുകളിൽ കാണാൻ പറ്റും, ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ആക്ഷൻസ് കാണാൻ പറ്റില്ല. അപ്പം ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആക്ഷൻസ് കാണാം, ചില ആക്സെന്റ് കാണാം. അപ്പൊ ഇംഗ്ലീഷില് ഈ ആക്സെന്റ് വരുന്നതും വരാത്തതും തമ്മിൽ അർത്ഥങ്ങൾ മാറാൻ ചാൻസ് ഉണ്ട് സ്പാനിഷില്. ഫോർ എക്സാമ്പിൾ, ഈ കോമോ എന്ന് നമ്മൾ ആക്സെന്റ് ഇല്ലാതെ പറഞ്ഞാൽ ഐ ഈറ്റ് എന്നാവും അർത്ഥം. പക്ഷെ ഓന്റെ മുകളിൽ ആക്സെന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഹൗ എന്നായി മാറും. സോ അതുകൊണ്ട് ആക്സെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സ്പാനിഷ്. അതുപോലെ എസ്താസ്. എസ്താസിന് ആ രണ്ടാമത്തെ ആക്ക് ശേഷം നമുക്കൊരു ആക്സെന്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഹൗ ആർ യു എന്നുള്ളതാണ്. ആ ആക്സെന്റ് ഇല്ലാത്ത എസ്താസ് എന്ന് പറഞ്ഞാൽ ദീസ് എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ വരിക. അപ്പൊ നമ്മൾ വായിക്കുമ്പോഴൊക്കെ, സ്പാനിഷ് വായിക്കുമ്പോഴൊക്കെ എവിടെയൊക്കെയാണ് ആക്സെന്റ് ഉള്ളത്, ആക്സെന്റ് എവിടെയുള്ളത് നമ്മളൊന്ന് മനസ്സിൽ ഫീൽ ചെയ്യണം. ഇപ്പോഴും ചില കൺഫ്യൂഷൻസ് ഒക്കെ എനിക്കും വരാറുണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. ആൻഡ് നെക്സ്റ്റ്, ഇനി നമുക്ക് കുറച്ച് വേർബ്സിലേക്ക് പോവാം. നമ്മൾ ബേസിക് ഗ്രീറ്റിംഗ്സ് കഴിഞ്ഞു, ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് വേർബ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. സ്പാനിഷില് കോൺജുഗേഷൻസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. അത് ശരിക്കും ഇംഗ്ലീഷിലും ഉണ്ട് കോൺജുഗേഷൻസ്. അതായത് ഇപ്പം നമ്മളിപ്പം മലയാളത്തിൽ ഇപ്പം ഞാൻ ചെയ്തു, അവൻ ചെയ്തു, അവൾ ചെയ്തു, ഞങ്ങൾ ചെയ്തു
എല്ലാത്തിനും ചെയ്തു എന്ന് പറയുന്നത് റിമൈനിങ് സെയിം. പക്ഷെ പ്രോണൗൺസ് മാത്രമല്ലേ മാറുന്നുള്ളൂ. ഞാൻ, അവൾ, ഞങ്ങൾ, നിങ്ങൾ എന്ന് പറയുന്ന പ്രോണൗൺസ് മാത്രമാണ് മാറുന്നത്. ആ വേർബിന് അല്ലെങ്കിൽ ക്രിയയ്ക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഐ ഡിഡ്, യു ഡിഡ്, ദേ ഡിഡ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ. പക്ഷെ സ്പാനിഷില് കോൺജുഗേഷൻസ് എന്ന് പറയുന്ന കാര്യം, അപ്പൊ ഞാൻ ചെയ്തു, നിങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ വേർബിന് ചില മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്. ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു കോമൺ പാറ്റേണിലൂടെ മാറ്റം വരുന്ന വേർബുകളും ഉണ്ട്, വ്യത്യസ്തമായ പാറ്റേണുകളിലൂടെ മാറ്റം സംഭവിക്കുന്ന വേർബുകളും ഉണ്ട്. അതുകൊണ്ട് വേർബ്സിനെ സ്പാനിഷിൽ രണ്ടായി തിരിക്കാം: റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ്. ഓക്കെ, സോ റെഗുലർ വേർബ്സിന്റെ കോൺജുഗേഷൻസ് ഒക്കെ ഒരു സെയിം പാറ്റേൺ ആണ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇറഗുലർ വേർബ്സിന്റെ കോൺജുഗേഷൻസ് ഡിഫറെന്റ് ആണ്, അത് നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തേ പറ്റും. അപ്പം അതിന് പുറമെ സ്പാനിഷില് വ്യത്യസ്തമായ 3 വേർബുകളുണ്ട്. അതായത് ഒരു വേർബ്, സ്പാനിഷിലെ വേർബുകൾ അവസാനിക്കുന്നത് ഈ ഒരു 3 വേർബ്, അതായത് ഒന്നുകിൽ AR എൻഡിങ് ആയിട്ടുള്ള വേർബുകളായിരിക്കും, അല്ലെങ്കിൽ ER എൻഡിങ് ആയിട്ടുള്ള വേർബുകളായിരിക്കും, അല്ലെങ്കിൽ IR എൻഡിങ് ആയിട്ടുള്ള വേർബുകളായിരിക്കും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലൊന്നും ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. വേർബുകൾ ഇന്ന ലെറ്ററുകളിൽ അവസാനിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, റൈറ്റ്? പക്ഷെ മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, പഠിക്കുക, പാടുക, അങ്ങനെ ഒരു ചെറിയൊരു പാറ്റേണൊക്കെ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സ്പാനിഷില് എല്ലാ വേർബുകളും നമ്മൾ എടുത്തു നോക്കിയാൽ ഒന്നുകിൽ ARലായിരിക്കും അവന്റെ എൻഡിങ് വരിക, അല്ലെങ്കിൽ ERലായിരിക്കും അതിന്റെ എൻഡിങ് വരിക, അല്ലെങ്കിൽ IRലായിരിക്കും എൻഡിങ് വരിക. ഓക്കെ, സോ AR എൻഡിങ് ആയിട്ടുള്ള കുറച്ച് വേർബിന്റെ ഉദാഹരണങ്ങൾ: ട്രബഹാർ. ട്രബഹാർ നമുക്കറിയാം, ശരിക്കും നമ്മൾ മലയാളം മാത്രം, ഇംഗ്ലീഷ് ഇത് വായിക്കുകയാണെങ്കിൽ ട്രബാജാർ എന്നല്ല ഇംഗ്ലീഷിൽ വരിക, ട്രബാജാർ. അപ്പൊ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത എല്ലാ ലെറ്റേഴ്സും ഇതിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം, ഈ വേർബിനെ. ട്രബഹാർ, R നന്നായി പ്രൊനൗൺസ് ചെയ്യണം, T സൗണ്ട് ആണ്, സോ ട്രബഹാർ, JAR, ഹാർ. ഓക്കെ, സോ ട്രബഹാർ എന്ന് പറഞ്ഞാൽ വർക്ക്, ടു വർക്ക് ആണ്, വർക്ക് ചെയ്യുക, ഓക്കെ, ട്രബഹാർ. ഹുഗാർ. ഹുഗാർ ഞാനൊരു കമന്റിൽ, ഞാൻ ബാങ്കിന്റെ ഗ്യാപ്പിൽ ഒരു കമന്റ് കണ്ടപ്പോ ജിക്ക് ശേഷം ഐയും ഇയും അല്ലാത്ത ലെറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് ചോദിച്ചിരുന്നു. അതിനകത്ത് അവിടെ ഉത്തരമുണ്ട് ഹുഗാർ. ജിക്ക് ശേഷം ഐയോ ഇയോ അല്ലെങ്കിൽ നമ്മൾ ഗ സൗണ്ട് തന്നെ, ഇംഗ്ലീഷിലെ പോലത്തെ സാധാ ഗ സൗണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുക, ഹുഗാർ. ഇത് വായിക്കുക ഹുഗാർ. ഹുഗാർ എന്ന് പറഞ്ഞാല് ടു പ്ലേ, കളിക്കുക. ഓക്കെ, കോസിനാർ. കോസിനാർ എന്ന് പറഞ്ഞാൽ കോസിനാർ എന്ന് പറയും, കോസിനാർ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യുക. ഓക്കെ, അതാണ് AR എൻഡിങ് വേർബ്സിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ. ഇനി ER എൻഡിങ്ങിന്റെ കുറച്ച് വേർബ്സ് ഇതാ: കൊമർ, ബെബർ, അസർ. അസർ ഹസർ അല്ല, എച്ചിന് സ്പാനിഷിൽ സൗണ്ട് ഇല്ല, അസർ. ഓക്കെ, സോ കൊമർ എന്ന് പറഞ്ഞാൽ ടു ഈറ്റ്, കൊമർ, കൊമീദ. കൊമർ എന്ന് പറഞ്ഞാൽ ഈറ്റ്. ബെബർ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്, കുടിക്കുക, ബെബർ. ബെബോ, ബെബോ ഉൻ തേ, ഞാൻ I'm drinking a coffee, okay, or tea. ബെബർ കുടിക്കുക. അസർ എന്ന് പറഞ്ഞാൽ ടു മേക്ക്. ഓക്കെ, അസർ, കോഫി ഒക്കെ മേക്ക് ചെയ്യാൻ അസർ എന്ന് പറയാം. അസർ തരയ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ഒക്കെ ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യുന്നതിനൊക്കെ അസറാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി IR എൻഡിങ് വേർബ്സ് ആണ്. IR എൻഡിങ് വേർബ്സിലുള്ളത് ഒന്ന് വിവിർ ആണ്, വിവിർ. വൺ മോർ തിങ്, ഇവിടെ വിവിർ എന്ന് ശരിക്കും ആണെങ്കിലും വിക്ക് കുറച്ചൊരു ബീനോട് സിമിലാരിറ്റി ഉള്ള ഒരു പ്രൊനൗൺസിയേഷൻ ആണ് സ്പാനിഷിൽ, ബിബിർ, ബിബോ, ബിബ എന്നൊക്കെ പറയാം, ബിബ. അത് ശരിക്കും വിവായ് അല്ല, ബിബോ ആണ്, ബിബോ. ഓക്കെ, സോ വിക്ക് ഒരു ചെറിയൊരു ബീനോട് സിമിലാരിറ്റി ഉള്ള ഒരു സൗണ്ട് ആണ് ശരിക്കും സ്പാനിഷിലുള്ളത്. സോ ബിബിർ, ബിബിർ എന്ന് പറഞ്ഞാൽ ടു ലിവ്. സലീർ, സലീർ എന്ന് പറഞ്ഞാൽ ടു ലീവ്. ദസീർ, ദസീർ എന്ന് പറഞ്ഞാൽ ടു സേ, എന്തെങ്കിലും പറയാം, ടു സേ സംതിങ്. അപ്പം വൺസ് അഗെയിൻ ഞാൻ ഈ വേർബ്സിന്റെ കാര്യം ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. കാരണം നിങ്ങളുടെ റെസ്പോൺസസ് ഒക്കെ എല്ലാവരുടെയും മുഖമൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ട്രെയിനറിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എങ്ങനെ പോകുന്നു മുഖം വെച്ചിട്ടാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുക. അപ്പൊ അതെല്ലാവരുടെയും ഇല്ല. പല ആളുകളുടെയും വീഡിയോസ് ഒക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മുഖഭാവമൊന്നും കിട്ടുന്നില്ല. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറച്ചുകൂടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കാരണം നമ്മൾ ഏതായാലും വി ആർ സ്പെൻഡിങ് സം ടൈം, സോ യു ഷുഡ് ബി ഗെറ്റിംഗ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ്, റൈറ്റ്? സോ വേർബ്സിനെ മെയിൻലി നമുക്ക് റെഗുലർ വേർബ്സ് ഉണ്ട്, ഇറഗുലർ വേർബ്സ് എന്ന് പറയാം സ്പാനിഷിൽ. റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും കോൺജുഗേഷൻസിന് സെയിം പാറ്റേൺസ് ആണ്. ഇറഗുലർ വേർബ്സിന് കോൺജുഗേഷൻസിന് ഡിഫറെന്റ് പാറ്റേൺസ് ആണ്. പിന്നെ സ്പാനിഷിലെ വേർബ്സ് ഒന്നുകിൽ AR എൻഡിങ് വേർബ്സ് ആയിരിക്കും, ഉദാഹരണത്തിന് ട്രബഹാർ, ഹുഗാർ, കൊസിനാർ.
അല്ലെങ്കിൽ ER എൻഡിങ് വേർബ്സ് ആയിരിക്കും. ഉദാഹരണത്തിന് കൊമർ, ബെബർ, അസ്റ്റർ. അല്ലെങ്കിൽ IR എൻഡിങ് വേർബ്സ് ആയിരിക്കും ബിബർ, സലീർ, ഡസീർ. ഓൾറൈറ്റ്. സോ നെക്സ്റ്റ് നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ സെന്റൻസ് ചെയ്യാമെന്ന് കൂടെ നമ്മളെ ഇന്നത്തെ ഡിസ്കഷന്റെ ലാസ്റ്റ് ആണ്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് സെന്റൻസസ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഫൈൻ. സോ ഓൾറൈറ്റ്. ഇവിടെ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇപ്പം യോ, തു, él, ella, nosotros, vosotros, ellos, ella. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നത് മുനവ്വറൊക്കെ ഓൺലൈനിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അവർക്ക് സ്കൂളിൽ നിന്ന് സ്പാനിഷിന്റെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ ശരിക്കും ഇതൊരു പാട്ട് പോലെയാണ് പഠിച്ചത്. ഞാനും പാട്ട് പോലെയാണ് പഠിച്ചത്. ശരിക്കും നിങ്ങൾക്ക് ഒരു പാട്ട് പോലെ പഠിക്കാം. അപ്പൊ ഇത് പ്രൊനൗൺസ് ആണ്. ഓക്കെ, പ്രൊനോംബ്രസ്. അതായത് ഇത് സ്പാനിഷിലെ പ്രൊനൗൺസ് ആണ്. ഐ, യു. അതായത് യോ എന്ന് പറഞ്ഞാൽ ഐ, തു എന്ന് പറഞ്ഞാൽ യു, ഏൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏൽ, ഈന്റെ ശേഷം ഒരു ആക്സെന്റ് ഉണ്ട് കേട്ടോ. ഏൽ എന്ന് പറഞ്ഞാല് അവൻ, എയ്യ, എയ്യ എന്ന് പറഞ്ഞാൽ ഷീ, നൊസത്രോസ്, നൊസത്രോസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ, വി, ബൊസത്രോസ് എന്ന് പറഞ്ഞാൽ യു, നിങ്ങൾ. അതായത് നിങ്ങൾ പ്ലൂറൽ. ടു എന്ന് പറഞ്ഞാൽ നീ ഒരാളാണ്, ബൊസത്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ ആളുകളാണ്, പ്ലൂറൽ ആണ്. ആൻഡ് പിന്നെ എയ്യോസ്, എയ്യാസ്. എയ്യോസ്, എയ്യാസ് എന്ന് പറഞ്ഞാൽ എയ്യോസ് എന്ന് പറഞ്ഞാൽ അവർ, അവർ കുറെ ആണുങ്ങൾ, കുറെ ജെൻസ് ആവുമ്പം എയ്യോസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞിരുന്നു ഫെമിനിനും മസ്കുലിൻ ഡിഫറൻസ് ഉണ്ട് സ്പാനിഷില്, റൈറ്റ്? സോ എയ്യോസ് എന്ന് പറഞ്ഞാൽ മസ്കുലിൻ ആണ്, എയ്യാസ് എന്ന് പറഞ്ഞാൽ ഫെമിനിൻ ആണ്. സോ എയ്യാസ് എന്ന് പറഞ്ഞാൽ അവർ, കുറെ പെണ്ണുങ്ങൾ. ഓൾറൈറ്റ്. അധികം കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, വെരി സിമ്പിൾ ആണ്. അപ്പൊ ഇത് പഠിക്കാൻ ഈ പ്രൊനൗൺസും ഇതേ ഓർഡറിൽ നിങ്ങൾ പഠിക്കുക. ഞാൻ ശേഷം കൊടുത്തിരിക്കുന്ന ഓ, ആസ അതും ഇതേ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ സ്പാനിഷ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി ആണ്. ഓൾറൈറ്റ്. സോ അത് പ്രൊനൗൺസ് എങ്ങനെയാന്ന് വെച്ചാൽ യോ, തു, ഏലയ്യ, നോസത്രോസ്, ബൊസത്രോസ്, എയ്യോസ്, എയ്യാസ്, അങ്ങനെ തന്നെ പറയാം. യോ ഞാന്, യോ, തു, ഏലയ്യ, അപ്പൊ അവൻ അവൾക്ക് അപ്പുറത്തല്ലേ. സോ ഏലയ്യ, നോസത്രോസ്, ബൊസത്രോസ്, എയ്യോസ്, എയ്യാസ്. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ്റെ കൂടെ. യോ, തു, ഏല, നിങ്ങൾ ഒറ്റക്കാണല്ലോ, അപ്പൊ ആരും കാണാനൊന്നുമില്ല, അപ്പം മടിയൊന്നും കൂടാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. യോ, തു, ഏലയ്യ, നോസത്രോസ്, ബൊസത്രോസ്, എയ്യോസ്, എയ്യാസ്. അപ്പൊ ഞാന്, നീ, അവൻ അല്ലെങ്കിൽ അവൾ, പിന്നെ ഞങ്ങൾ, നിങ്ങൾ കുറെ ആളുകൾ, എയ്യോസ്, എയ്യാസ്, അവർ കുറെ ആണുങ്ങളും അവർ കുറെ പെണ്ണുങ്ങളും. ഓക്കെ, അങ്ങനെയാണ് പ്രൊനൗൺസ്. ഇനി ഇത് നിങ്ങൾ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കാം. അപ്പൊ ഇത് ഞാനൊരു കാരണമുണ്ട്, കാരണം ഞാൻ ഈ ഓർഡറിൽ ഇത് എഴുതാനൊരു കാരണമുണ്ട്. അതേ ഓർഡറിൽ തന്നെ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓ, ആസ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓ, ആസ, ആമോസ്, ഐസ് ആണ് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോവാണ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ. അത് ഈ നിങ്ങൾ യോ, തു, ഏലയ്യ, നൊസത്രോസ്, ബൊസത്രോസ്, എയ്യോസ്, എയ്യാസ് എന്ന് പഠിച്ചതുപോലെ തന്നെ ഓ, ആസ, ആമോസ്, ഐസാൻ എന്ന് പഠിക്കാം. ഓ, ആസ, ആമോസ്, ഐസാൻ. ഞാൻ സ്പാനിഷ് സെന്റൻസ് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തരാൻ പോവാണ്. ഓ, ആസ, ആമോസ്, ഐസാൻ. സോ ഓ ഉള്ളത് ഇവിടെ യോന്റെ നേരെ താഴെയാണ്, റൈറ്റ്? സി, ഈ യോന്റെ നേരെ താഴെയാണ് നിങ്ങൾക്ക് ഐ മീൻ യോയുടെ നേരെ പിന്നെ സ്ഥാനത്ത് തന്നെയാണ് ഓ ഉള്ളത്. സോ യോ, ഓ. ഓക്കെ, യോ, തു, ഓ, ആസ. സോ തൂക്ക് ആസ്. ഓക്കെ, പിന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞു എ ആണ് ഇംഗ്ലീഷിൽ എഴുതുക, പക്ഷെ സ്പാനിഷിൽ അത് ആന്ന വായിക്കുക. അമോസ്, ഐസ്, ആൻ. ഓൾറൈറ്റ്. സോ യോ, തു, ഏലയ്യ. നിങ്ങൾ ശരിക്കും നിങ്ങൾ കണ്ണില്, നിങ്ങളുടെ മനസ്സിൽ ആ യോ, തു, ഏലയ്യ അതിന്റെ ഒരു പൊസിഷൻസ് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് രജിസ്റ്റർ, ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക. യോ, തു, ഏലയ്യ, നൊസത്രോസ്, ബൊസത്രോസ്, എയ്യോസ്, എയ്യാസ്. എന്റെ അതേ രീതിയിൽ, അതേ പാറ്റേണിൽ ഓ, ആസ, ആമോസ്, ഐസാനും കൂടെ പഠിക്കാം. ഓ, ആസ, ആമോസ്, ഐസാൻ. ഓക്കെ, ഓൾറൈറ്റ്. ഇത് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റാൻ നോക്കാം. ഇപ്പോ ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പിന്നെ നമ്മളുടെ യോ, തു, ഏലയ്യ വെച്ചിട്ടുണ്ട്.
നസത്രോസ് വസത്രോസ് അയ്യാസ് അയ്യാസും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് യോത്തു വേലയ്യ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തന്നിരുന്നു നിങ്ങൾക്ക് AR എൻഡിങ് വേർഡിലെ ഒരു വാക്ക് തന്നിരുന്നു, ത്രബാഹാർ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിരുന്നു. ത്രബാഹാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദാറ്റ് മീൻസ് ടു വർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കോൺജുഗേഷൻസ് സ്പാനിഷിൽ ഉണ്ട് എന്നുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ ഓ ആസ ആമോസ് ഐസ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ത്രബാഹാർ എന്ന് പറയുന്ന ഈ വാക്ക്, ഓക്കെ, ഇതില് ഈ ത്രബാഹാർ എന്ന് പറയുന്ന വാക്കിലെ AR എൻഡിങ് വേർബ്സ് ആണത്. AR ആണല്ലോ, ആ AR ഒഴിവാക്കുക, AR എടുത്തു മാറ്റുക. എന്നിട്ട് അപ്പൊ ബാക്കി ത്രബാഹ് മാത്രം വരും. എന്നിട്ട് അത് AR ഒഴിവാക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ടുവരുമ്പോ ത്രബാഹോ. ഫസ്റ്റിൽ നിങ്ങൾ നോക്ക്, ത്രബാഹോ ത്രബാഹോ, AR പോയി, ത്രബാഹോ, ദാറ്റ് മീൻസ് ഐ വർക്ക്. ത്രബാഹോ എൻ സ്ട്രേറ്റ് പാത്ത്, ഐ വർക്ക് ഇൻ സ്ട്രേറ്റ് പാത്ത്. എൻ എന്ന് പറഞ്ഞാൽ ഇൻ ആണ്. സോ ത്രബാഹോ എൻ സ്ട്രേറ്റ് പാത്ത്. നിങ്ങളൊന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരെന്ന് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞേ, ത്രബാഹോ എൻ, എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ത്രബാഹോ എൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം. ത്രബാഹോ എൻ മലപ്പുറം, ഐ വർക്ക് ഇൻ മലപ്പുറം. ത്രബാഹോ എൻ കേരള, ത്രബാഹോ എൻ ഇന്ത്യ. ഓക്കെ, സോ ത്രബാഹോ മീൻസ് ഐ വർക്ക്. യോ തു ഏലയിൽ യോന്റെ സ്ഥാനത്ത് ഓയാണ് വരുന്നത്. സോ ത്രബാഹാറിന്റെ AR കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് ആ ARന്റെ സ്ഥലത്ത് നിങ്ങൾ ഓ കൊണ്ടുവരിക. അപ്പൊ ദാറ്റ് മീൻസ് ത്രബാഹോ, ഐ വർക്ക്. ത്രബാഹാർ, യു വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സ്പാനിഷിൽ ബസ്സിൽ പോകുമ്പോൾ ഡ്രൈവറിന്റെ കൂടെ ഇരുന്നു. ഞാൻ ഡ്രൈവറിനോട് വേറെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അദോന്തെ വാസ് എന്നായിരുന്നു ചോദിച്ചത്. അദോന്തെ വാസ്. ദോന്തെ എന്ന് പറഞ്ഞാൽ വേർ, ദോന്തെ മീൻസ് വേർ. സോ ദോന്തെ ത്രബാഹാസ്, വേർ ഡു യു വർക്ക്. ത്രബാഹാസ് മീൻസ് യു വർക്ക്. ഓ ആസയിലെ ആസാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. സോ വേർ ഡു യു വർക്ക് എന്ന് ചോദിക്കാൻ ദോന്തെ ത്രബാഹാസ്. സോ ത്രബാഹോ ഐ വർക്ക്, ത്രബാഹാസ് യു വർക്ക്, ത്രബാഹ he works അല്ലെങ്കിൽ she works. Okay, trabajamos, we work. Trabajamos en la escuela, we work in a school. Okay, trabajamos en la fábrica, we work in a factory. Okay, so trabajamos en Malappuram, we work in Malappuram, right? So trabajais, trabajais means നിങ്ങൾ കുറെ ആളുകൾ, നിങ്ങൾ trabajais, you people. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കുറെ ആളുകൾ മുമ്പിലുണ്ട്. ഓക്കെ, some 4 people are there. So trabajais, നിങ്ങൾ വർക്ക് ചെയ്യുന്നു somewhere. Okay, then trabajan means അവര്, they work. Okay, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒന്നും കുഴപ്പമില്ല, trabajan എന്ന് തന്നെ നമ്മൾ പറയാം. So trabajo, trabajas, trabaja, trabajamos, trabajais, trabajan. I work, you work, I work, you work, he works or she works, we work, you plural people work, or trabajan, they work, many people work. So o asa amos aisan, ആ ഓ ആസ എന്ന് പറയുന്നത് ത്രബാഹാർ AR എൻഡിങ് ആയിട്ടുള്ള വേർബിന്റെ AR കളയുക, എന്നിട്ട് ഓ ആസ് ആ എന്ന സാധനങ്ങൾ നിങ്ങൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു സെന്റൻസ് ഉണ്ടാക്കാം. സോ ത്രബാഹോ എൻ മലപ്പുറം, ത്രബാഹോ എൻ ലാ എസ്കുവല, ത്രബാഹോ എൻ കാലിക്കറ്റ്, ത്രബാഹോ എൻ വയനാട്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഇത് പറയാ, ത്രബാഹോ. സോ ത്രബാഹാസ്, യു വർക്ക്. സോ donde trabajas, donde means where, donde trabajas, where do you work. Okay, fine. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ AR എൻഡിങ് ആയിട്ടുള്ള വേർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഇനി ഉദാഹരണത്തിന് നമ്മളൊരു ഞാൻ നേരത്തെ ഒരു വാക്ക് തന്നിരുന്നു, കോസിനാർ. കോസിനാർ മീൻസ് കുക്കിംഗ്. ഓക്കെ, സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, നിങ്ങളൊന്ന് കൂടെ ഒന്ന് നിൽക്കുക. കോസിനാർ എന്ന് പറഞ്ഞാൽ ടു കുക്ക്. ഓക്കെ, സോ കോസിനാർ നമ്മൾ AR എൻഡിങ് വേർബ് ആണ്. സോ AR നമ്മൾ കളയുക. സോ ഐ കുക്ക് മീൻസ് ഇവിടെ, ഐ കുക്ക് മീൻസ് ഇവിടെ വരും, എന്താണ് വരിക, കോസിനോ. റൈറ്റ്, കോസിനോ, ഐ കുക്ക്. കോസിനാസ്, യു കുക്ക്. കോസിന, ഹി കുക്സ് or she cooks. കോസിനാമോസ്, കോസിനായിസ്, കോസിനാൻ. റൈറ്റ്, വെരി സിമ്പിൾ. സോ AR എൻഡിങ് വേർബിനെ എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം നിങ്ങൾക്ക് മനസ്സിലായി. ഉദാഹരണത്തിന് ദിബുഹാർ. ദിബുഹാർ മീൻസ് ടു ഡ്രൈവ്. ഓക്കെ, ദിബുഹോ, ദിബുഹാസ്, ദിബുഹ, ദിബുഹാമോസ്, ദിബുഹാസ്, ദിബുഹാൻ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക, ഒരു രസമാണ് ശരിക്കും. ഇതൊന്ന് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറെ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കോൺജുഗേറ്റ് ചെയ്യാൻ വളരെ രസമാണ്. നിങ്ങൾ ആകെ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, യോത്തു ഏലയ്യ, വസുത്രോസ്, നസുത്രോസ്, അയ്യോ സയ്യാസ്, അതിന്റെ ഒരു ഏരിയ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ ഓ ആസ ആമോസ് ഐസാനും പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ത്രബാഹാർ പോലത്തെ ഒരു വാക്ക് കൊണ്ടുവരിക, AR എന്ന് പറയുന്ന വാക്കിനെ കളയുക. എന്നിട്ട് AR കളഞ്ഞിട്ട് ഓ കൊണ്ടുവരിക, അല്ലെങ്കിൽ ആസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ കൊണ്ടുവരിക. ഓക്കെ, സിമ്പിൾ.
ദിസ് ഇസ് ക്ലിയർ ഫോർ യു. അതുപോലെ കോസിനാർ, ദിബുഹാർ, നിങ്ങൾ ഏത് വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കോൺജുഗേറ്റ് ചെയ്യാം. ഇനി ER എൻഡിങ് വെർബ്സിനും IR എൻഡിങ് വെർബ്സിനും ചെറിയൊരു മാറ്റമുണ്ട്. O ആസ എന്ന് പറയുന്ന പകരം OSA എന്നാവും. ER എൻഡിങ് ആണല്ലോ. അപ്പോൾ ER എൻഡിങ്, ഫോർ എക്സാമ്പിൾ കൊമേർ എന്ന് പറഞ്ഞാൽ ER എൻഡിങ് വെർബാണ്. അവിടെ നമ്മൾ ASന് പകരം ES ആവും. സോ കൊമേസ്, കൊമേ, EAക്ക് പകരം E ആവും. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ആൻഡ് കൊമേമോസ്, കൊമൈസ്, കൊമേ എന്നാണ് വരിക. IR എൻഡിങ് വേർബ്സിനും AS എന്നൊരു മാറ്റം വരില്ല. ഈ രണ്ട് വാക്കുകളിൽ, അതായത് ത്രബാഹ, പിന്നെ നൊസത്രോസിന്റെയും വൊസത്രോസിന്റെയും ചെറിയൊരു മാറ്റം വരും. വിവിസ്, വിവൻ, നമുക്കൊരു കുറച്ച് ER എൻഡിങ് വേർബ്സ് ഞാൻ കോൺജുഗേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് O ആസ് I എന്നുള്ളത് ER എൻഡിങ് വേർബ്സിൽ OSA എന്നാവും. ഓക്കെ, എമോസ്, എയ്സ്, എൻ. അത് ER എൻഡിങ് വേർബ്സ് ആണെങ്കിൽ OSA, അതൊന്നും മാറ്റില്ല. എമോസ് എന്നതിന് പകരം ഇമോസ് ആവും, IMOS, ഇമോസ്. ദെൻ ഐസ് എന്നുള്ളതിന് ഈസ് എന്നാവും. ഓക്കെ, ബിബീസ് ഞാൻ നേരത്തെ കാണിച്ചില്ല, ബിബിർ, ലിബി. ആൻഡ് ഈ ട്രബാഹാൻ, അത് പിന്നെ എമോസ്, എൻ. സോ IR എൻഡിങ് വേർബ്സിൽ, ER എൻഡിങ് വേർബ്സിൽ ഇത് O തന്നെയാണ്. ഇത് ES ആവും, ഇത് E ആവും, ഇത് എമോസ് ആവും, ഇത് എയ്സ് ആവും, ഇത് N ആവും. IR എൻഡിങ് വേർബ്സിൽ ഇതൊക്കെ സെയിം തന്നെ, ഞാൻ പറഞ്ഞ പോലെ ER എൻഡിങ് വേർബ് പോലെ തന്നെ. ഈ ആമോസിന് പകരം ഇമോസ് ആവും, ഐസിന് പകരം ഈസ് ആവും. ഓക്കെ, കൺഫ്യൂസ്ഡ് ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ്, ഓൾറൈറ്റ്. ഇനി ഇങ്ങനെയാണ് സ്പാനിഷിൽ നമുക്കൊരു സെന്റൻസസ് കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു 1 hour സെഷനേ ഉള്ളൂ. 1 hour കഴിയാനായി. നമ്മൾ ഇനിയിപ്പോൾ ഹൗ ക്യാൻ യു ടേക്ക് ഇറ്റ് ഫർദർ, അതൊരു നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ്. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവായിരിക്കാം. സോ ഡ്യുവോലിംഗോ എന്ന് പറയുന്ന നല്ലൊരു ആപ്പ് ഉണ്ട്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ആപ്പ്. അത് ഫ്രീ ആണ്. പിന്നെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ അഡ്വർടൈസ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. പേയ്മെന്റ് ചെയ്യാത്ത വേർഷൻസ് നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ വരും. അപ്പം ഡ്യുവോലിംഗോ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങൾ സ്പാനിഷ് പഠിച്ചു തുടങ്ങുക, ചെയ്യാത്തവര്. യൂട്യൂബില് സ്പാനിഷ് വിത്ത് പോൾ എന്ന് പറയും, ഒരുപാട് യൂട്യൂബില് there are huge number of channels completely dedicated for Spanish. There are so many channels, you know. അതിൽ ഞാൻ കണ്ടതിൽ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ സ്പാനിഷ് വിത്ത് പോൾ എന്ന് പറയുന്ന ഒരു ചാനലാണ്. സ്പാനിഷ് വിത്ത് പോൾ ചാനലിന്റെ പ്രത്യേകത നമുക്ക് അറിയുന്ന നമുക്ക് വേണ്ട ഒരു ടേസ്റ്റിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു തരും. അയാളുടെ ചില വർക്ക്ഷീറ്റ്സ് ഒക്കെ ചിലപ്പോൾ യൂട്യൂബിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം അയാളുടെ തന്നെ ചില കോഴ്സസും ഉണ്ട്, നമുക്കത് പേ ചെയ്തിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ ഒന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ് SpanishDict.com. SpanishDict.com. അതിൽ നമുക്ക് കോൺജുഗേഷൻസ് ഉണ്ട്, വേർബ്സിന്റെ മീനിങ്സ് ഉണ്ട്, എല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻസ് ഓഫ് ദി സ്പാനിഷ് ലാംഗ്വേജ് ഇസ് അവൈലബിൾ ഇൻ ദി SpanishDict.com. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ അന്ന് വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കുക. ഓൾറൈറ്റ്, അപ്പൊ നിങ്ങൾ ടച്ചും വിട്ടൂല. പിന്നെ ഒന്നുള്ളത് ഔല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിന്റെ ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. A1 A2 എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഔല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ബുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ആ ബുക്കും വിൽ ബി എ വെരി ഗുഡ് ഫ്രണ്ട് ഫോർ യു. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് കമ്പാനിയൻ ഫോർ യു ഇൻ യുവർ pursuit to learn Spanish. And next, build your vocabularies. BBC Spanish എന്ന് പറയുന്ന വേറൊരു യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട്, BBC Spanish. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂസിനെയൊക്കെ നമുക്ക് വേണ്ട ഒരു സ്പാനിഷ് പഠിക്കുന്ന ആളുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ BBC Spanish കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. അപ്പൊ അതിലൊക്കെ കുറച്ച് വൊക്കാബുലറീസ് നമുക്ക് കിട്ടും. അപ്പൊ ഇന്നൊക്കെ നിങ്ങൾക്ക് ത്രബാഹാർ കിട്ടി, കൊമേർ കിട്ടി, ഓയ് കിട്ടി, ഓല കിട്ടി, ദിബുഹാർ കിട്ടി, ഒരുപാട് വൊക്കാബുലറീസ് ഇന്ന് കിട്ടി നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനത്തെ വൊക്കാബുലറീസ് ഒക്കെ കിട്ടുക, അത് കിട്ടുന്ന നമ്മുടെ നോട്ടിലോ ഫോണിലോ എവിടെയെങ്കിലും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, അത് ഉപയോഗിക്കാൻ നോക്കുക. സോ vocabularies, having a vocabulary is very important. That's the first step for you to start speaking in Spanish. Okay, so ഞാൻ കുറച്ചൊരു നമ്മുടെ ഒരു സ്പാനിഷിലെ കുറച്ച് വാക്കുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവാന്നൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാക്കുകളും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി, ദിസ് ഈസ് എ ഫൈനൽ സ്ലൈഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ലാ കാസ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാസ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പാനിഷിന്റെ ഒരു വീടിന്റെ ഫോട്ടോ വരണം. അവിടെ ഒരു വീടുണ്ട്, അതിലൊരു വിൻഡോ ഉണ്ട്, ഡോർ ഉണ്ട്. ആ ഡോറിലൊക്കെ നല്ല പൂക്കളുള്ള നല്ല മനോഹരമായ സ്പാനിഷ് ഹൗസ്, ലാ കാസ. ഇവിടെ 2 ഡിഫറൻസസും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ അഗൈൻ സ്പാനിഷിൽ മസ്കുലിൻ ഫെമിലിൻ ഉള്ളതുപോലെ ലാ കാസ ഇത് ആലാണ് എൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ലാ കാസ എന്നായി. ഇവിടെ ഓൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് എൽ എന്ന് പറഞ്ഞു. ഇത് ആർട്ടിക്കിൾ ആണ്, അതിന്റെ പ്രത്യേക മീനിങ് ഒന്നുമില്ല.
ഈ ഈക്ക് ശേഷം നമ്മളൊരു ആക്സെന്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ അത് ഹീ ആയിട്ടോ സ്പാനിഷില് യോ ടു എലയ്യ അതിലെ ഇ ആയി. പക്ഷെ ഇത് ആക്സെന്റ് ഇല്ലാത്തതുകൊണ്ട് എൽ ലിബ്രോ എന്ന് പറഞ്ഞാൽ ദി ബുക്ക്. ഓക്കെ, സോ ലാ കാസ ദി ഹൗസ്, ലാ കൊമീദ ഫുഡ്, കൊമീദ, ലാ കൊമീദ ദി ഫുഡ്, ലാ മൻസാന, മൻസാന മീൻസ് ആപ്പിൾ. ഓക്കെ, ഇതിനെ നമുക്ക് സിംഗുലർ പ്ലൂറൽ ആക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇംഗ്ലീഷ് പോലെ തന്നെ നമ്മൾ ഇതിനെ മൻസാനാസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായി. ഓക്കെ, കൊമീദാസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലായി. ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നാരങ്ങ നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാരങ്ങയെ ഓറഞ്ചിനെ നാരങ്ങ എന്നാണ് സ്പാനിഷിൽ പറയാ. ലാ മേസ മീൻസ് ടേബിൾ, മേശ എന്ന് നമ്മളൊക്കെ പറയുന്ന മേസയാണ് സ്പാനിഷിലും ടേബിള്. എൽ ലിബ്രോ മീൻസ് ബുക്ക്, എൽ ബൊളിഗ്രാഫോ പെൻ, എൽ നീഞ്ഞോ ദി ബോയ്, el hombre means man. Okay, el padre means father, madre means mother, padre father, madre mother, and niño boy, niña girl. Okay, അപ്പൊ ഇത്രയാണ് കുറച്ച് സ്പാനിഷിന്റെ കുറച്ച് വൊക്കാബുലറീസ് നിങ്ങൾ ഫർദർ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം. അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണമെന്ന് വിചാരിച്ചത്. So once again, I'm saying that this is for the first time that taking a class without seeing the faces of the people. So I don't know how is your reactions. If you have any doubts or something, I think next is, organizers have had informed me that there should be a chance for the one-to-one interaction. So I'm open for that. Mr. Gopakumar or Subish, I'm done. Yes. Subish sir? Yeah, I'm here. Yes, unmute access ചെയ്തിട്ടുണ്ട്. ഡൗട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാവുന്നതാണ്. Okay, fine. One by one ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് സുബീഷ് സാറേ സൗണ്ട് കേൾക്കുന്നില്ല. ഒന്ന് ഹലോ, എന്റെ കേൾക്കുന്നില്ലേ? സുബീഷ് സാറ് സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറയാ. കേൾക്കുന്നുണ്ടോ? സുബീഷ് സാറ് ശരിക്കും സൗണ്ട് കേൾക്കുന്നില്ല. ഒന്ന് കുറച്ച് മൈക്ക് ഒന്ന് അടുത്ത് പിടിക്കാവോ? ഓക്കെ. ഹലോ, പറയൂ. ഓക്കെ, നമ്മളെ പാർട്ടിസിപ്പൻസിനടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ട്രെയിനടുത്ത് ചോദിക്കാം. ബാക്കിയുള്ളവരപ്പോ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പോവാം. ഹലോ, ക്ലിയർ ആണ് സുബീഷ് സാറേ. ഓക്കെ. ഹലോ ചോദിച്ചോളൂ. പറയൂ ഷാവുൽ സാറേ, പറയൂ. ഷംസുൽ സാറേ പറയൂ. അതായത് എന്റെ ക്വസ്റ്റ്യന് ഈ സ്പാനിഷ് അറബിക്കുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അറബിക് അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് പഠിക്കാൻ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അറബിക്കുമായിട്ട് പ്രൊനൗൺസിയേഷനിൽ നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്. പിന്നെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ അലംബ്ര പാലസ് പോലത്തെ പാലസ് ഒക്കെ ശരിക്കും മുസ്ലിംസ് സ്പാനിഷിനെ നൂറ്റാണ്ടുകളോളം ഭരിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ അലംബ്ര പാലസും കോഡോവ പള്ളിയൊക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ പള്ളികളാണ്. അപ്പം ഒരുപാട് വാക്കുകൾ സ്പാനിഷില് ഐ തിങ്ക് 20% ആണെന്ന് തോന്നുന്നു. സ്പാനിഷിന്റെ 20% ഓഫ് ദി വൊക്കാബുലറി ഹാസ് കം ഫ്രം അറബിക്. അപ്പോ നമുക്ക് ഒരുപാട് പിന്നെ സമാനമായിട്ടുള്ള പദങ്ങൾ സ്പാനിഷിലും അറബിക്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു അർത്ഥത്തില് സ്പാനിഷ് ആൻഡ് അറബി ഹാവ് സം സിമിലാരിറ്റീസ് ആൻഡ് ഇറ്റ് വിൽ ബി ഈസി. പ്രൊനൗൺസിയേഷൻ എസ്പെഷ്യലി നമുക്ക് ഈ ഹായ് ഒക്കെ ഇപ്പൊ ഇംഗ്ലീഷുകാർ സ്പാനിഷ് പഠിക്കുമ്പോൾ, നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് സ്പാനിഷ് പഠിക്കുമ്പോൾ ദ ഡിഫിക്കൽട്ടി ദാറ്റ് ദേ ഫേസ് ഇസ് പ്രൊനൗൺസിയേഷൻ. അവർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും വർക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ത്രബാഹാർ എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രൊനൗൺസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അറബി പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഒന്ന്, ഒരുപാട് വൊക്കാബുലറീസ് സ്പാനിഷില് അറബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് സ്പാനിഷിൽ നിന്നൊക്കെയാണോ? സ്പാനിഷിന്റെ ലാറ്റിനുമായിട്ട് ഉണ്ട്. ആ ഒരു അർത്ഥത്തില് പിന്നെ എന്താ പറയാ, ഇംഗ്ലീഷിലും കുറെ വാക്കുകൾ ലാറ്റിന്ന് വന്നിട്ടുണ്ടല്ലോ, ഗ്രീക്കിന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സ്പാനിഷും ഇംഗ്ലീഷ് വേർഡുകളൊക്കെ നോക്കുമ്പോ അതിന് സ്പാനിഷിന്റെ രീതികൾ കാണാറുണ്ട്.
ഒരുപാടുണ്ട്. അപ്പം നമുക്ക് ശരിക്കും എന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പൊ ലാറ്റിൻ ശരിക്കും കുറെ ലാംഗ്വേജസിന്റെ ഒരു മദറാണ് ശരിക്കും, ലാറ്റിനും ഗ്രീക്കും ഒക്കെ. അപ്പൊ സ്പാനിഷിന് ശരിക്കും ഐബീരിയൻ ലാംഗ്വേജ് എന്നാണ് സ്പാനിഷിന് പറയുന്നത്. അതായത് എന്തോ വൾഗർ ലാറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഗ്രീക്കിലെ കുറച്ച് പിന്നെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളിൽ നിന്നാണ് സ്പാനിഷ് ഡെവലപ്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇൻ ദാറ്റ് വേ സ്പാനിഷ് ഹാസ് ഗോട്ട് വെരി മച്ച് കണക്ഷൻ വിത്ത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. അപ്പം ഇംഗ്ലീഷിലാണെങ്കിലും ഒരുപാട് ലാറ്റിൻ ഗ്രീക്ക് പദങ്ങൾ ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മദർ ടു ആൻ എക്സ്റ്റെന്റ് ഒന്നാണ്. അതുകൊണ്ടാണ് ശരിക്കും ഒരുപാട്, ഇപ്പൊ ലിബ്രോ എന്ന് പറയുന്നത് സ്പാനിഷില് ബുക്കാണ്, അത് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് ലൈബ്രറി ആണ്. അതുപോലെ നമുക്ക് ഇംഗ്ലീഷിലും സ്പാനിഷിലും, ഇപ്പൊ ഉദാഹരണത്തിന് ഒരുപാട് വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലും സ്പാനിഷിലും ഒരേപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വാക്കുകളുണ്ട്. എസ്പെഷ്യലി വേർബ്സിനേക്കാൾ ഉപരി നമുക്ക് കാണാൻ കഴിയുക പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് ജനറൽമെന്റ്, okay, usualmente means usually, normalmente means normally. അപ്പൊ ഇതൊക്കെ സ്പാനിഷും ഇംഗ്ലീഷും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് സ്പാനിഷ് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇംഗ്ലീഷിനേക്കാളും സിമ്പിൾ ആണെന്ന് തോന്നുന്നു സ്പാനിഷ് പഠിച്ചെടുക്കാൻ. ക്ലാസ് റെഗുലർ ആയിട്ടുണ്ടോ? എങ്ങനെ റെഗുലർ ആയിട്ട് ക്ലാസ് ഉണ്ടോ അതിന്റെ? ഞാന് സ്കൂളിൽ നിന്ന് ഞാൻ റെഗുലർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ അത് പിന്നെ ബ്ലോക്ക് ആയിട്ടുള്ളത്. ഇപ്പൊ യൂട്യൂബിലോ മറ്റോ ചില ക്ലാസ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. സാറിന്റെ ഫ്രാൻസിലുള്ള ലൈഫിൽ എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസ് വല്ലതും ഉണ്ടോ? സ്പാനിഷിലാ സാർ അവിടെ ഉണ്ടായിരുന്നു? എനിക്ക് സ്പെയിനിൽ ഏറ്റവും കൂടുതൽ തോന്നിയത്, അപ്പം അവിടുത്തെ ഒരു ആർക്കിടെക്ചർ, സ്പാനിഷിലൊരു ഉദാഹരണത്തിന് ഇസ്ലാമിക് ആർക്കിടെക്ചർ ഒക്കെ പിന്നെ അവിടെ കണ്ടപ്പോ പിന്നെ ശരിക്കും അതായത് ലോകം മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസിൽ നിന്നും, ക്രിസ്ത്യൻസ് ജ്യൂസിൽ നിന്നും, ജ്യൂസ് മുസ്ലിംസിൽ നിന്നും, അതായത് എല്ലാ കമ്മ്യൂണിറ്റീസും ഒരുപോലെ പരസ്പരം കൊണ്ടും കൊടുത്തും കഴിഞ്ഞ് നമ്മുടെ സംസ്കാരമാവട്ടെ, പിന്നെ മെഡിസിൻ ആവട്ടെ, അസ്ട്രോണമി, ഏത് മേഖലയിലും വളരെയധികം ഫ്ലറിഷ് ചെയ്ത കാലഘട്ടമായിരുന്നു മിഡിൽ കാലഘട്ടം. സ്പാനിഷില് പിന്നെ അറബ്സ് ഭരിച്ചിരുന്ന കാലഘട്ടം. അവിടെ കമ്മ്യൂണൽ ഹാർമണി ഉണ്ടായിരുന്നു. മുസ്ലിംസും ക്രിസ്ത്യൻസും ജ്യൂസൊക്കെ ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇവര് തമ്മിൽ തല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം അവസാനിച്ചു. നല്ലൊരു സംസ്കാരം തന്നെ അവസാനിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ട്രിപ്പില് എനിക്കൊരു സെൽഫ് അവേക്കനിങ് കോൾ ആയിട്ട് തോന്നിയത് യൂണിറ്റി. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ കൾച്ചർ, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ലാംഗ്വേജ്, യൂണിറ്റി ഉണ്ടെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയും ഫ്ലറിഷ്ഡ് ആവും. അതാണ് സംതിങ് ബിഗ്ഗസ്റ്റ് ലെസൺ ദാറ്റ് ഐ ഹാവ് ടേക്കൺ. സാർ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്നും കൂടി പറയാമോ? സ്പാനിഷ് വിത്ത് പോൾ. ഇവിടെ കാണുന്നുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ സ്ലൈഡ് ഞാൻ ആർക്കെങ്കിലും, ഞാൻ സുധീഷ് ഭായിക്ക് ആർക്കെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ പാർട്ടിസിപ്പൻസുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇത് ഓൾറെഡി റെക്കോർഡർ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും സാറിന്റെ ഈ സെഷൻ. ഹലോ സാർ. ഓക്കെ ഫൈൻ. ഓക്കെ സാർ ഇപ്പൊ കാണിച്ച ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ, നോ പ്രോബ്ലം, ഐ ക്യാൻ ഷെയർ. ഞാന് പിന്നെ എന്റെ അടുത്തുള്ളത് ഹുദവിയുടെ നമ്പർ എന്റെ അടുത്തുണ്ട്, ബദ്രുദ്ദീൻ ഹുദവി അല്ലേ? അപ്പൊ അവരുടെ വാട്സപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സ്പാനിഷ്, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞ അധികം ആൾക്കാർ കൈവെക്കാത്തൊരു ഫീൽഡാണല്ലോ. സാർ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു തരാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പിന്നെ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് എനിക്കൊരു സ്പാനിഷ് കൊളീഗ് ഉണ്ടായിരുന്നു. അയാൾ UK കാരനായിരുന്നു, പക്ഷെ അയാൾ സ്പാനിഷ് വളരെ മനോഹരമായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സ്പാനിഷിനോടുള്ള ഒരു തുടക്കത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ആ സമയത്താണ് ഞങ്ങളുടെ സ്പാനിഷിലൊരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞങ്ങളൊരു ടൈപ്പ് ഉണ്ടായി. അങ്ങനെ അവിടുന്ന് സ്പെയിനിലെ ആളുകൾ നമ്മളെ കോളേജുകളിലേക്ക് വരികയും അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ചാൻസസ് കിട്ടി.
പിന്നെ ഞാൻ സ്പെയിനിലേക്ക് ഒരു യാത്ര പോയി. അപ്പൊ ആ സ്പെയിനിലേക്ക് യാത്ര പോയപ്പോൾ സ്പാനിഷും മാഡ്രിഡും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ നാടിന്റെ വൃത്തി, ആളുകളുടെ ഒരു ഓപ്പൺനെസ്, പിന്നെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള അവരുടെ ഒരു മനസ്സ്, അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സ്പെയിനിനോടും സ്പാനിഷിനോടും ഒരു ഇഷ്ടം വന്നു. പിന്നെ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഐ തോട്ട് ഓഫ് ലേണിംഗ് സ്പാനിഷ്. പിന്നെ വേറെന്ന് വെച്ചാൽ സ്പാനിഷ് പഠിച്ച ആളുകൾക്ക് പിന്നെ ഫ്രഞ്ചിലേക്ക് സുഖമായിട്ട് പോവാം, ജർമ്മനിലേക്ക് സുഖമായിട്ട് പോവാം. അങ്ങനെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇന്ത്യ തന്നെ സ്പാനിഷ് പഠിക്കാൻ നല്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസുമായിട്ട് ഒരുപാട് സ്പാനിഷ് യൂണിവേഴ്സിറ്റീസിന് ടൈപ്സ് ഉണ്ട്. ആ ഒരു തരത്തിലും കൊളാബറേഷൻസ് ഒക്കെ പോസിബിൾ ആണ്. ഹലോ സാർ. ഹലോ സാർ, എന്റെ ചോദ്യം ഈ സ്പാനിഷ് ലാംഗ്വേജ് അറിയുമ്പോഴുള്ള ഇന്നത്തെ ഒരു പ്രസന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് പറയാൻ പറ്റുമോ? പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 500 മില്യൺ പ്ലസ് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് സ്പാനിഷ്. പിന്നെ അമേരിക്കയിൽ മാത്രം, അമേരിക്കയിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷ് ആണ്. എനിക്ക് തോന്നുന്നു 45 മില്യൺ പീപ്പിൾ ആണെന്ന് തോന്നുന്നു അമേരിക്കയിൽ. അത് അമേരിക്കൻ പോപ്പുലേഷന്റെ ഓൾമോസ്റ്റ് 20% മറ്റോ സ്പാനിഷ് സംസാരിക്കുന്ന ആളുകളാണ്. പിന്നെ ലാറ്റിൻ അമേരിക്ക, ബ്രസീൽ, മെക്സിക്കോ, പെറു പോലത്തെ ഒരുപാട് 20-ൽ-അധികം രാഷ്ട്രങ്ങളിലെ മദർ ടങ് ആണ് സ്പാനിഷ്. എല്ലാ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും സ്പാനിഷിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലീഡിങ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ സ്പാനിഷ്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി JNU ആണ്. JNU പോലും സ്പാനിഷ് പഠിക്കാൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ, ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി, UN-ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ സ്പാനിഷ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ അസ്. ഒരു എക്സ്ട്രാ ഒരു ഫോറിൻ ലാംഗ്വേജ് നമുക്ക് ഉണ്ടാവുക. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവുക, ഹിന്ദി അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലോക്കൽ ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആവുക. അങ്ങനെ ഒരു മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഒരാളുകൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന, ഇൻ ടേംസ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്പാനിഷ്. പൊതുവെ പറയാറെന്ന് വെച്ചാൽ അമേരിക്ക പോയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്പാനിഷ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എല്ലാം കുടുംബം എന്ന് പറയുന്ന ചില ഏരിയാസ് തന്നെ അമേരിക്കയിലുണ്ട്. അത്രയും സ്പാനിഷ്. ഇപ്പൊ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ സ്പാനിഷ് ആണല്ലോ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലും പുറമേയുള്ള കൺട്രീസിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ലഭിക്കുന്നത് സ്പാനിഷ് പഠിച്ചാൽ നമുക്ക് ലഭിക്കും. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സെന്റേഴ്സും ഉണ്ട് കേട്ടോ, സ്പാനിഷ് പഠിപ്പിക്കുന്ന സെന്റേഴ്സ്. അലയൻസ് ഫ്രാൻസിസ് ഒക്കെ പോലെ സ്പാനിഷ് പഠിപ്പിക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ട്രാൻസ്ലേഷൻ ഫീൽഡ് ഉണ്ട്. സാറാ, ബ്രസീലില് പോർച്ചുഗീസ് ആണ് സംസാരിക്കുന്നത്, സ്പാനിഷ് അല്ല. ബ്രസീലിൽ സ്പാനിഷും സംസാരിക്കണ്ടല്ലോ. മോസ്റ്റ്ലി മദർ ടങ് അല്ല സ്പാനിഷ്, പക്ഷെ ബ്രസീലിൽ സ്പാനിഷും സംസാരിക്കുന്നുണ്ട്. ബ്രസീൽ, മെക്സിക്കോ, പെറു, മെക്സിക്കോ, പെറു ഒക്കെ ഇതില് ലാറ്റിൻ അമേരിക്കയില് ബ്രസീലില് പോർച്ചുഗീസ് ആണ് സംസാരിക്കുന്നത്. പക്ഷെ അത് അവരുടെ മദർ ടങ്. പക്ഷെ സ്പാനിഷ് സ്പീക്കേഴ്സ് ഓൾസോ ദേർ, റൈറ്റ്? മദർ ടങ് സ്പാനിഷ് അല്ല. അധികം ആൾക്കാരും പിന്നെ പോർച്ചുഗീസ് ആണ് സംസാരിക്കുന്നത്. ചില ആ ബോർഡർ ഏരിയയിൽ അർജന്റീന ആയിട്ട് ഷെയർ ചെയ്യുന്ന ബോർഡർ സ്പാനിഷ് സ്പീക്കേഴ്സ് ആർ ഓൾസോ ദേർ. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ സ്പാനിഷിൽ പോയാലും, ഇപ്പൊ പോർച്ചുഗലിൽ പോലും ഒരു പോർച്ചുഗീസ് സംസാരിക്കുന്നെങ്കിൽ ഇഫ് യു നോ സ്പാനിഷ് യു വിൽ ബി ഏബിൾ ടു ലിവ് ദേർ. അതെ, നമ്മളെ തമിഴും മലയാളമുള്ള പോലെ. അതന്നെ. ഇപ്പൊ പോർച്ചുഗീസിൽ തന്നെ പോയാലും നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സ്പാനിഷ് കൊണ്ട് കഴിച്ചിലാവാൻ പറ്റും. അപ്പൊ ബ്രസീലിലും നമ്മുടെ മദർ ടങ് പോർച്ചുഗീസ് ആണെങ്കിൽ പോലും സ്പാനിഷ് ഇസ് എനഫ്. ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സ്പാനിഷ് വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. സ്പെയിനിനകത്ത് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാറ്റലോണിയ എന്ന് പറയുന്ന കാറ്റലാൻസ് അവരുടെ സ്പാനിഷ് വ്യത്യാസമുണ്ട്. കാറ്റലോണിയ എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജ് ആയിട്ട് തന്നെ അവർ ചിലപ്പോൾ അതിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം സ്പെയിൻ എന്ന് പറയുന്ന കൺട്രിക്കകത്ത് തന്നെ 3-4 സ്ലാങ്സ് ഡിഫറൻസ് ഉണ്ട്. ഉദാഹരണത്തിന് മെക്സിക്കോ എന്നാണ് നമ്മൾ പറയാ, പക്ഷെ അത് ശരിക്കും സ്പാനിഷുകാർ മെക്സിക്കോ എന്നാ പറയാ. മെക്സിക്കോ ആ ഡിഫറൻസസ് ഉണ്ട്. വാക്കുകളിൽ ഡിഫറൻസസ് ഉണ്ട്. പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വി സൗണ്ട്, ബ് സൗണ്ട് ആണ് സ്പാനിഷിൽ നിന്ന്. ചില ആളുകൾ ബിബോ എന്ന് പറയും, ചില ആൾ വിവോ എന്ന് പറയും. അപ്പൊ പല കൺട്രീസ് ടു കൺട്രി, പ്ലേസ് ടു പ്ലേസ് സ്ലാങ്സ് ആർ ഡിഫറെന്റ്.
സാറേ ഡോക്യുമെന്റ് ഒന്ന് ഈ ഇവിടുത്തെ ചാറ്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്യോ? എങ്ങനെ ഡോക്യുമെന്റ് ഈ ചാറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യോ? ഓപ്ഷൻ ഉണ്ടോ? സാറ് ഹുദവി സാറുമായിട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യമുള്ളവര് ബദ്രുദ്ദീനെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ ഫൈൻ, ഞാൻ ഹുദവിക്ക് ഷെയർ ചെയ്തോളാം. അല്ല അതല്ല, ഇവിടെ ഈ ചാറ്റ് സെക്ഷനിൽ തന്നെ ഫയൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഉണ്ടോ? ഇനിയിപ്പോ അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ താല്പര്യമുള്ളവർക്ക് ഹുദവി സാറുമായി കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. യൂട്യൂബില് ഫുൾ സെഷൻ ഇത് നാളെ ഉണ്ടാവും, യൂട്യൂബിൽ വരും. ഓക്കെ ഫൈൻ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് ടു മീ. റഫീഖ് സാറ് വളരെ നല്ല സെഷൻ ആയിരുന്നു. കാരണം ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അറിവാണ്. മറ്റൊരു രാജ്യത്തിനെ കുറിച്ചും വ്യക്തികളെ കുറിച്ചും നമ്മളുടെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. പക്ഷെ ഒരു ഭാഷ വളരെ നന്നായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ടച്ച് അതിലുണ്ട് എന്നുള്ളതാണ്. മുഹമ്മദ് റഫീഖ് സാറ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആളുകളുടെ ഹൃദയത്തിലേക്ക് ഒരു സ്പാനിഷ് ഭാഷ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂണീക്ക് സ്കിൽ തന്നെയാണ്. വളരെയധികം നന്നായി, വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തത്. ഓക്കെ, നമ്മുടെ ഒഫീഷ്യൽ വോട്ടോ താങ്ക്സിന് വേണ്ടി JCM മലപ്പുറത്തിന്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സെക്രട്ടറി JC ബദ്രുദ്ദീൻ kindly propose the vote of thanks. റഫീഖ് സാറേ, ഞാന് കേൾക്കുന്നുണ്ടല്ലോ? റഫീഖ് സാർ, ഞാനൊരു 20 വർഷം മുമ്പ് പിന്നെ ലാറ്റിൻ അമേരിക്ക ഒന്നിച്ച് പണിയെടുത്തിന് കപ്പലില്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ യെസ്, poco ahora mucho algunos. Mashallah. 20 വർഷമായി ഇപ്പൊ വിട്ടിട്ട്. അപ്പൊ ഒരു ചെറിയ ടച്ച് കിട്ടി. നമ്മളെ കപ്പല് പ്രൊണൗൺസിയേഷൻ കുറച്ച് വ്യത്യാസം. നമ്മളെ ലാറ്റിന്റെ നിങ്ങൾ പഠിച്ച ഇതും ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല, നമ്മൾ മെക്സിക്കോനെ മെയ്ക്കോന്നെ പറയും, മെയ്ക്കാനോ മെയ്ക്കോ വ്യത്യാസം. അപ്പൊ 20 വർഷത്തിന് ശേഷമാണ് ഏകദേശം ഉണ്ടല്ലോ ലാറ്റിൻ കൺട്രീസ് എല്ലാം ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു, ഇൻക്ലൂഡിംഗ് ബ്രസീൽ. Almost all. Kasaragod? Yeah, I am from Kasaragod. Slang മനസ്സിലായി. Yeah, I had so many shops and I put the name in Spanish. Feliz, Fiesta, Senorita, Vida Bonita. So Senorita എന്ന് പറയുന്ന ഡ്രസ്സിന്റെ ഷോപ്പാണോ? അല്ല, ഫാൻസി, എല്ലാം ഫാൻസി തന്നെ. ഫാൻസി അല്ലേ? ഓക്കെ, ഗുഡ്. അതല്ലാതെ എനിക്കത് വിത എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ഫെലീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. Feliz, okay. Happy. I love Spanish. I gusta mucho español. Oh, mashallah, great. Wonderful. Okay. Badruddin. Okay, sir. I am leaving. Badruddin. Ciao. Badruddin. Hasta la fiesta. Yeah. Please propose. Okay, kindly propose the voto thanks. Hasta luego. Hasta la fiesta. Veino sorto. Badruddin. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. Good evening to all. It was a golden moment with a gold medal winner. ശരിക്കും നമ്മളൊരു ആസ്വദിച്ച ക്ലാസ് തന്നെ ആയിരുന്നു. ഓരോ ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിൻ്റെ എക്സ്പേർട്ടുകൾ തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒരു മഹാഭാഗ്യം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന നമ്മുടെ 2017 JCI നാഷണൽ പ്രസിഡന്റ് അവാർഡ് വിന്നർ നമ്മുടെ പ്രിയങ്കരന സുബീർ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. കേരളത്തിൽ തന്നെ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്പാനിഷ് എക്സ്പേർട്ടിനാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി ഒരുപാടൊന്നും തിരയേണ്ടി വന്നിട്ടില്ല. തൃശ്ശൂരുകാരനായ മുനവർ ഉദവിയിൽ നിന്നും വയനാട്ടുകാരനായ റഫീഖ് സാറെ നമുക്ക് കിട്ടി. മുനവർ ഉദവിക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ കൂളായി അദ്ദേഹത്തിൻ്റെ
അക്കാദമിക് ലെവൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നിട്ടും നമ്മളോട് ഒരു കുട്ടികളെ പോലെ വളരെ സ്നേഹത്തോടെ ഇടപഴകി സ്പാനിഷ് ലാംഗ്വേജിന്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്ന ഇന്ന് പാണക്കാട്ട് അത്യുന്നതിയിൽ വിരാജിക്കുന്ന സ്ട്രൈറ്റ് പാത്തിന്റെ CEO കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ റഫീഖ് സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത സ്പാനിഷ് പഠിക്കാൻ മുന്നോട്ട് വന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിനെയും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ്സെ ബി ബെറ്റർ സ്പ്രെഡ് സ്മൈൽസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബദ്രുദ്ദീൻ. ഗോപകുമാർ ഡിസ്കണക്ട് ചെയ്യല്ലേ സാറേ? ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു റഫീഖ്.